നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ടെസ്റ്റ് പീരിയഡ് അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ PYQs ആണ് നോക്കാൻ പോകുന്നത്. ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഖാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചു. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏത്? ഇത് രൂപീകരിച്ചത് 1953 ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. അപ്പം ഇതിൽ എങ്ങനെയാണ് വരിക നോക്ക്. ഇത് ഷാ കമ്മീഷൻ എന്നല്ലോ അറിയപ്പെടുക. ഫസൽ അലി, HN കുൻസ്രു എന്നിവരിലെ അംഗങ്ങളായിരുന്നു. ഫസൽ അലി കമ്മീഷൻ എന്നാണ് ഈ കമ്മീഷന്റെ പേര് വരുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് വരുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 1, 3, 4 മാത്രം എന്നാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ കുറച്ച് ഇവന്റ്സും അതിന്റെ ഇയേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മാച്ച് ചെയ്യണം. രണ്ടാം വട്ടമേശ സമ്മേളനം, പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു, ബർദോളി സത്യാഗ്രഹം. അപ്പം ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. വർഷങ്ങൾ 1922, 1928, 1931, 1939. അപ്പൊ രണ്ടാം വട്ടമേശ സമ്മേളനം എപ്പോഴാണ് വരിക? 1931 അല്ലെ. മറ്റേ ഗാന്ധി ഇർവിൻ പാക്ട് ഒക്കെ വരുന്നതൊക്കെ ഈ ഒരു സമയത്താണ്. 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു, അത് 1939 വരുന്നത്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു, ചൗരി ചൗരയ്ക്ക് ശേഷമാണ് 1922. അപ്പം ഓപ്ഷൻ അത് എയിലേക്കാണ് കണക്ട് ചെയ്യുക. ഇനി ബർദോളി സത്യാഗ്രഹം 1928. അപ്പൊ നമ്മളിത് പറഞ്ഞത് വെച്ച് 1C, 2D, 3A, 4B ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 44 42 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. പീത്തിക് ലോറൻസ്, അതുപോലെ സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരാണ് അതിലുണ്ടായിരുന്ന മെമ്പേഴ്സ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. അത് ശരിയാണോ? അല്ല. ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർക്കുകയല്ല, അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. പിന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വരുന്നത്, മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. ജൂൺ 3 പ്ലാൻ എന്ന് അറിയപ്പെടും മൗണ്ട് ബാറ്റൻ പ്ലാൻ. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിൽ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? 2ഉം 4ഉം ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, mere political Swaraj would mean English rule without the Englishman. Who argued this? അപ്പൊ ആരാണ് ഇംഗ്ലീഷ് റൂൾ വിത്തൗട്ട് ഇംഗ്ലീഷ്മൻ ആണ് ഒരു പൊളിറ്റിക്കൽ സ്വരാജ് എന്ന് പറയുന്നത്? മിയർലി അതായിരിക്കും എന്ന് പറയുന്നത് അത് ഗാന്ധിയാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത്. സാമൂഹിക സ്ഥാപനങ്ങളുമായും പരിഷ്കാരങ്ങളുമായും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. 1829 ഡിസംബർ 4 ഹിന്ദുക്കളുടെ വിധവകളെ ജീവനോടെ കത്തിക്കുന്ന അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചുമൂടുന്ന സതി ആചാരം ക്രിമിനൽ കോടതികൾ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അതിനുവേണ്ടി പ്രവർത്തിച്ച സോഷ്യൽ റിഫോമർ ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് ആയിരുന്നു അല്ലെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വിദ്യാഭ്യാസം, സാമ്പത്തിക സമ്മർദ്ദം, കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ തകർച്ച എന്നിവ മൂലമാണ് വിദ്യാസമ്പന്നരായ വിഭാഗങ്ങൾക്കിടയിൽ വിവാഹപ്രായം വർദ്ധിക്കുന്നത്. അപ്പം അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് വരുന്നത്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ജാതിയുടെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ ഇടപെടാത്ത നയമാണ് പിന്തുടർന്നത്. ഈ സ്ഥാപനങ്ങളെ അടയാളപ്പെടുത്തിയ മാറ്റങ്ങൾ മിക്കവാറും സർക്കാർ നടപടികളല്ല, മറിച്ച് സാമൂഹിക സ്വഭാവമുള്ള ഘടകങ്ങളാണ്. അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവർ ഫോളോ ചെയ്തത് ഒരു പോളിസി ഓഫ് നോൺ ഇന്റർഫിയറൻസ് തന്നെയായിരുന്നു. കൂടുതലായിട്ടും അവർ കൊണ്ടുവന്നത് റിഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സമൂഹത്തില് ഈ നിലനിൽക്കുന്ന അനാചാരങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ടുവരാനുള്ള ഒരു റിഫോർമേറ്റീവ് കാര്യങ്ങളാണ് അവർ കൊണ്ടുവന്നത്. കുറെ ഒന്നും ഗവൺമെന്റ് പോളിസീസ് ആയിരുന്നില്ല. അപ്പം ഈ തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 2 and 3. അടുത്ത ചോദ്യം മിഡീവൽ ഇന്ത്യയിലെ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ മുഗൾ കലയെയും വാസ്തുവിദ്യയെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. സനാഡുവിലെ ഗുബ്ലൈഖാൻസ് കൊട്ടാരത്തിന്റെ സ്വപ്ന മാതൃകയായ ഫത്തേപൂർ സിക്രി അക്ബർ നിർമ്മിച്ചു. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അക്ബറാണ് കുബ്ലൈഖാൻ കൊട്ടാരത്തിന്റെ മോഡലിൽ ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത്.
ജഹാംഗീർ ആരംഭിച്ചത് ഇൻഡോ ഇസ്ലാമിക് ബറോക്ക് ശൈലിയിലാണ്. അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആഗ്രയിലെ മോത്തി മസ്ജിദ് ഔറംഗസേബ് നിർമ്മിച്ചതാണ്. അത് ശരിയാണോ? മോത്തി മസ്ജിദ് ആരാണ് നിർമ്മിച്ചത്? ആക്ച്വലി രണ്ട് മോത്തി മസ്ജിദ് ഉണ്ട്, ഒന്ന് ആഗ്രയിലും ഒന്ന് ഡൽഹിയിലെ റെഡ് ഫോർട്ടിലും. അപ്പൊ ആഗ്രയിലെ മോത്തി മസ്ജിദ് ഔറംഗസേബ് അല്ല, ഷാജഹാൻ ആണ് നിർമ്മിച്ചത്. റെഡ് ഫോർട്ടിലുള്ളതാണ് ഔറംഗസേബ് നിർമ്മിച്ചത്. അപ്പൊ ആഗ്രയിലുള്ളത് ആരാണ്? ഷാജഹാൻ ആണ്. അതുകൊണ്ട് തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ തന്നെ മൂന്ന് ഓപ്ഷൻസ് പോവും. ഓപ്ഷൻ ബി ഓൺലി 1 and 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം അല്ലെ? അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടത് സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി ആണോ? അല്ലല്ലോ, പരിപൂർണ അധികാരം ഇല്ലല്ലോ. കുറച്ച് അധികാരമൊക്കെ എന്താണ്, കുറെ കാര്യത്തിലെ ലിമിറ്റേഷൻസ് ഒക്കെ വരുത്തി അവിടെ റെസിഡന്റിനെ ഒക്കെ ഏർപ്പാടാക്കുകയാണ് ചെയ്തത്. അപ്പം പരിപൂർണ അധികാരം നാട്ടുരാജാക്കന്മാർക്ക് കൊടുത്തിട്ടില്ല. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഈ സൈന്യത്തിന്റെ എക്സ്പെൻസസ് മുഴുവൻ അവർ നോക്കണമെന്നും ഒരു കാര്യം ഉണ്ടായിരുന്നു. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. അല്ലല്ലോ, വേറൊരു ഫോറിൻ അലയൻസ് വരണമെങ്കിൽ ആരുടെ ഇത് വേണം? ഇവരുടെ അസെന്റ് വേണം. ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഫോറിനേഴ്സ് ആയിട്ട് ഇവർക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ 1 and 4 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. സംഘം പീരീഡിലെ സൊസൈറ്റീസും അവരുടെ ഒക്യുപ്പേഷൻസും ലൈവ്ലിഹുഡ് കാര്യങ്ങളാണ് തന്നിരിക്കണേ. അപ്പം മരുതം, പാലൈ, മുല്ലൈ, നെയ്തൽ അവരുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ചിട്ട് അവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ മരുതം, പാലൈ, മുല്ലൈ, നെയ്തൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവരുടെ ലൈവ്ലിഹുഡ് അവരെന്താണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് അടുത്ത ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അനിമൽ ഹസ്ബൻഡറി, സോൾട്ട് മാനുഫാക്ചറിങ്, വെറ്റ്ലാൻഡ് അഗ്രികൾച്ചർ, പ്ലണ്ടറിങ്. അപ്പൊ മരുതം നമുക്കറിയാം ഒരു കൃഷിയായിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്, വെറ്റ്ലാൻഡ് അഗ്രികൾച്ചർ ആണ് വരിക. പാലൈ അവിടെ പ്ലണ്ടറിങ് ആണ്, കൊള്ളക്കാരൊക്കെയാണ് പാലൈ അവിടെ ഉണ്ടായിരുന്ന റീജിയനിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ 2 പ്ലണ്ടറിങ് ആണ്. മുല്ലൈ വരുന്നത് അനിമൽ ഹസ്ബൻഡറി ആണ് വരിക. കുറച്ചും കൂടെ പുൽമേടുകളൊക്കെ ഉള്ള സ്ഥലം, ആ ഒരു ഭാഗത്ത് താമസിക്കുന്നവരെയാണ് മുല്ലൈ പറയാ, താഴ്വരകളിലൊക്കെ. അപ്പൊ അവിടെ കൂടുതലും ഈ പറയുന്ന പോലെ അനിമൽ ഹസ്ബൻഡറി ആണ്. പിന്നെ നെയ്തൽ കോസ്റ്റൽ റീജിയൻ ആണ്. അപ്പൊ അവിടെ എന്താണ്, സോൾട്ട് മാനുഫാക്ചറിങ് ആണ് ഉണ്ടാവുക. അപ്പൊ ഈ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നത് 1C, 2D, 3A, 4B ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? അപ്പം നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബംഗാൾ ദേശീയ സർവകലാശാല, ജാമിയ മിലിയ ഡൽഹി, ഡൽഹി സർവകലാശാല, ശാന്തി നികേതൻ. അപ്പൊ ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരിക? ഡൽഹി സർവകലാശാല ആക്ച്വലി 1922 ബ്രിട്ടീഷുകാരുടെ കീഴിലാണ് വരുന്നത്. ശാന്തിനികേതൻ 1901 ടാഗോർ ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ 3ഉം 4ഉം നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പെടുന്നതായിരുന്നില്ല. അപ്പൊ 1, 2 ആണ് വരുന്നത്, ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് 3ഉം 4ഉം ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഡൽഹി സർവകലാശാല അതുപോലെ ശാന്തിനികേതൻ ആണ് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? ചേര രാജവംശം, മൂഷക രാജവംശം, ആയ് രാജവംശം, ചോള രാജവംശം. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ കാണാം രണ്ടെണ്ണം വെച്ചിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഉൾപ്പെടാത്ത 2 എണ്ണമാണ് ഉള്ളത്. നമുക്കറിയാം മൂവേന്ദർസ് ആരൊക്കെയാണ്? ചേര, ചോള, പാണ്ഡ്യാസ് ആണ്. അപ്പൊ അതിൽ ചേര ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചോള കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പെടാത്തത് മൂഷക, ആയ് ആണ്. 2 and 3 ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? ജമാഅത്ത് ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ്, CPML. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് നിരോധിച്ചിട്ടുണ്ടാവുക? ഓപ്ഷൻസ് നോക്കിയേ. അപ്പൊ ഇതില് ഈ 4 ഓർഗനൈസേഷനും ആക്ച്വലി അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാമാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? സൂര്യ സെൻ, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ് ഇവരാരുമല്ല. അപ്പം 1931 മാർച്ച് 23 3 പേരെയാണ്, റവല്യൂഷണറീസ് ആയിട്ടുള്ള 3 പേരെയാണ് തൂക്കിക്കൊന്നത്.
സുഖ്ദേവ്, രാജ്ഗുരു, ഭഗത് സിംഗ്. അപ്പൊ ഇതിൽ ആരാണ് നമ്മുടെ ഓപ്ഷൻസിലുള്ളത്? ഓപ്ഷൻ ബി രാജ്ഗുരു ആണ് ഉത്തരം വരിക. ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ബിപാൻ ചന്ദ്ര, രാമചന്ദ്ര ഗുഹ, സുമിത് സർക്കാർ, രണാജിത് ഗുഹ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന് പുസ്തകം എഴുതിയത്. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്, ഇന്ദിരാഗാന്ധി, ലാൽ ബഹാദൂർ ശാസ്ത്രി, എൻ ജി രംഗ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. ഓപ്ഷൻ സി ആണ് വരുന്നത്, ലാൽ ബഹാദൂർ ശാസ്ത്രി. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ലാത്തത്? അപ്പം ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര. ഏതായിരിക്കും ആൻസർ? ആക്ച്വലി 1971 നോർത്ത് ഈസ്റ്റേൺ റീജിയൻ റീ ഓർഗനൈസേഷൻ ആക്ട് പ്രകാരമാണ് 3 സംസ്ഥാനങ്ങൾ വന്നത്. ആ 3 സംസ്ഥാനങ്ങൾ മണിപ്പൂർ, മേഘാലയ, ത്രിപുരയാണ്. അപ്പൊ അതിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ്, നാഗാലാൻഡ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം: വ്യവസായവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി, അതായത് പിന്നീട് വന്ന പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു പ്രെഡസിസർ ആയിട്ട് വന്ന സംഭവമാണ് ഈ ദേശീയ ആസൂത്രണ സമിതി. അത് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? മോത്തിലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, BJ തിലക്, മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പം ഇദ്ദേഹം തന്നെയായിരുന്നു ഹരിപുര സെഷൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നതും. അതിൽ വെച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആശയത്തിനെ പറ്റി ആദ്യം പറയുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സുഭാഷ് ചന്ദ്രബോസ് ആണ് ഈ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. പിന്നെ അതിന്റെ നേതാവായിട്ട് അല്ലെങ്കിൽ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ വന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത്? ജൻജാഗരൺ യാത്ര, ദണ്ഡി യാത്ര, സമാജ് സമതാ യാത്ര, ഹരിജൻ യാത്ര. ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, ഹരിജൻ യാത്രയാണ് 1933 നടത്തിയത് കേട്ടോ. അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? പുരാണ കില, ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹബാദ് കോട്ട. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ആഗ്ര കോട്ടയും അലഹബാദ് കോട്ടയും ലാഹോർ കോട്ടയൊക്കെ അക്ബറിന്റെ സമയത്ത് തന്നെയാണ് നിർമ്മിച്ചത്. ഓപ്ഷൻ എ പുരാണ കിലയാണ് അതിൽ പെടാത്തത് വരുന്നത്. പുരാണ കില മെയിൻലി കോൺട്രിബ്യൂട്ട് ചെയ്തത് ഷേർഷാ സുരിയും അതുപോലെ പിന്നെ ഹുമയൂണുമാണ്. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. കാൺപൂർ, ബീഹാർ, ഡൽഹി, ഝാൻസി. പിന്നെ സെക്കൻഡ് ലിസ്റ്റിൽ കൻവർ സിംഗ്, റാണി ലക്ഷ്മിബായി, നാനാ സാഹേബ്, ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പൊ ഇതിൽ കാൺപൂരിൽ ആരായിരുന്നു? നാനാ സാഹേബ് ആയിരുന്നു അല്ലെ. അപ്പൊ 1-3, ബീഹാറിൽ 2 കൻവർ സിംഗ് ആണ്, 2-1. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ 3-4. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി 4-2. അപ്പൊ ഈ ഒരു ഓപ്ഷൻ വരുന്നത് എവിടെയാണ്? ബി ആണ് അല്ലെ. 1-3, 2-1, 3-4, 4-2 വരുന്നത് ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. അപ്പൊ ഇതിൽ ഏതാണ്? കറാച്ചി സമ്മേളനം, കൽക്കത്ത സമ്മേളനം, ലാഹോർ സമ്മേളനം, നാഗ്പൂർ സമ്മേളനം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനത്തിൽ മെയിൻലി 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ് ആയിട്ടുള്ളത്. പിന്നെ പറഞ്ഞ 3 കാര്യങ്ങൾ, അതിൽ അവർ പ്രപ്പോസ് ചെയ്ത മെയിൻ 3 കാര്യങ്ങൾ പൂർണ്ണ സ്വരാജ്, അതുപോലെ ജനുവരി 26 1930 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കണം. പിന്നെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഗാന്ധിജിയുടെ കൂടെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് കൊണ്ടുവന്നു. ഈ 3 കാര്യങ്ങളും ലാഹോർ സമ്മേളനത്തിലാണ് നടന്നത്. 1929 ലാഹോർ സമ്മേളനം നടക്കുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലാഹോർ സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിന്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. അപ്പൊ ചിലപ്പോൾ നമുക്ക് എല്ലാ പ്രസിഡൻസിനെയും എല്ലാ സെഷനിലെ പ്രസിഡൻസിനെയും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സെഷൻസ് ഉണ്ട്, അതിന്റെ പ്രസിഡൻസ് ആരാണെന്ന് നമ്മൾ ഓർത്തിരിക്കുക വേണം. അപ്പം അത് ഓർമ്മയുണ്ടെങ്കിൽ തന്നെ ബാക്കി നമുക്ക് ഗസ് വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബാക്കി ഇപ്പം 2-3 നമുക്ക് കിട്ടിയില്ലെങ്കിലും ആ അറിയുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹക്കീം അജ്മൽ ഖാൻ, അബുൽ കലാം ആസാദ്, മഹാത്മാഗാന്ധി, വല്ലഭായ് പട്ടേലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 1924, 1921, 1931, 23 4 ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മഹാത്മാഗാന്ധി 1924 ബൽഗാം സെഷൻ ആണെന്നും
അതുപോലെ വല്ലഭായ് പട്ടേൽ എവിടെയാ വരിക? കറാച്ചി സെഷനാണ് 1931. അപ്പൊ ഇത് രണ്ടും നമുക്ക് അറിഞ്ഞിരുന്നാൽ തന്നെ ബാക്കി രണ്ടും നമുക്ക് കിട്ടും. കാരണം C1 D3 വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഇതിലുള്ളൂ, ഓപ്ഷൻ ഡി. അപ്പം അത് തന്നെ അറിഞ്ഞിരുന്നാൽ നമുക്ക് A2 B4 ആണെന്ന് അറിയാൻ പറ്റും. A 1921 ആണ് അഹമ്മദാബാദ് സെഷൻ. അതുപോലെ ബി അബുൽ കലാം ആസാദ് ഡൽഹിയിലെ സ്പെഷ്യൽ സെഷൻ ആണ് 1923. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പം എല്ലാ ഉത്തരവും എല്ലാ കോൺഗ്രസ് സെഷനും അതിന്റെ പ്രസിഡൻസിനെ അറിഞ്ഞില്ലെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചിലത് ലാഹോർ സെഷൻ, അതുപോലെ കറാച്ചി സെഷൻ, കൽക്കത്ത സെഷൻ, അങ്ങനത്തെ സെഷൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത് ഇന്ത്യൻ പത്രങ്ങളും അതിന്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു. അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ്, ഹിന്ദു പാട്രിയറ്റ് മധുസൂദൻ റേ, മിറാത്തുൽ അക്ബർ ഫിറോസ് ഷാ മേത്ത. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള ജോഡി? ഓപ്ഷൻ 4 ആണ്. മിറാത്തുൽ അക്ബർ ഫിറോസ് ഷാ മേത്ത അല്ല, രാജാറാം മോഹൻ റോയ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതാണ് അവിടുത്തെ ആൻസർ വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. വീണ്ടും ലാഹോർ ആണ് വന്നേക്കുന്നത്. പറഞ്ഞില്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് അറിയാം ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 3 ആണ് തെറ്റ് വരുന്നത്. സുഭാഷ് ചന്ദ്രബോസ് അല്ലായിരുന്നു. ആരായിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? നെഹ്റു ആയിരുന്നു. ബാക്കി രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ്? ബഹദൂർ ഷാ സെക്കൻഡ്, നാനാ സാഹിബ്, താന്തിയ തോപ്പി, കൻവർ സിംഗ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. താന്തിയ തോപ്പിയാണ് ഉത്തരം വരുന്നത്. അടുത്തത്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, മധ്യപ്രദേശ്. നമുക്കറിയാലോ, പോറ്റി ശ്രീരാമുലും ഒക്കെ പട്ടിണി കിടന്ന് അങ്ങനെയാണ് അവിടെ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ആന്ധ്രാപ്രദേശ് രൂപം കൊണ്ടുവരണം എന്നുള്ള സംഭവം വന്നത്. അപ്പൊ ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടത് ആന്ധ്രാപ്രദേശാണ്. തെറ്റായ ജോഡി കണ്ടെത്തുക. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ, ഗദർ പാർട്ടി ലാലാ ഹർദയാൽ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ, അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് വരുന്നത് അനുശീലൻ സമിതിയാണ്. അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് അല്ല. ആരാണ് വരുന്നത്? ബരീന്ദർ കുമാർ ഘോഷ്, അവരൊക്കെയാണ് വരുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കുറിച്ചുള്ള, അതായത് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം, അതിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർ ആയിരുന്നു. അപ്പൊ ജമീന്ദാരി സിസ്റ്റം എന്ന് അതിനെ പറയുമല്ലോ അല്ലെ, പെർമനന്റ് സെറ്റിൽമെന്റ്. അപ്പൊ ജമീന്ദാർ ആയിരുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പാക്കിയിരുന്നത്. അപ്പൊ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് മാത്രമാണോ? അല്ല, ബംഗാൾ, ഒഡീഷ ഒക്കെ കുറച്ച് ഈസ്റ്റേൺ സൈഡിലാണ്. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? 1ഉം 3ഉം ആണ് ശരി ഉത്തരങ്ങൾ വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അടുത്ത ചോദ്യം വരുന്നത്, ഗാന്ധിജി അയച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിന്റെ ശരിയായ ക്രമത്തിൽ തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം, ഖേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘനം പ്രസ്ഥാനം. അപ്പൊ ഇതിൽ ഏത് ആദ്യം വരാം? നമുക്കറിയാം ചമ്പാരൻ ആണ് ആദ്യം വരുന്നത് 1917. പിന്നെ വരിക ഖേദയാണ് 1918. പിന്നെ ആദ്യം നിസ്സഹകരണ പ്രസ്ഥാനമാണ് 1920s. പിന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം 30s വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഓർഡർ എങ്ങനെയാ വരുന്നത്? 3, 2, 1, 4 എന്നാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? അപ്പൊ തെറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 1, ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലി ആണ്. ആണോ? അല്ല. ഫൈസാബാദിൽ ആരായിരുന്നു? മൗലവി അഹമ്മദുള്ള ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ള ആണ്. അപ്പൊ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. ആരായിരുന്നു ലക്നൌവില്? ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നമുക്ക് അടുത്ത 2 സ്റ്റേറ്റ്മെന്റും കൂടെ നോക്കാം. ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. അത് ശരിയാണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. അപ്പൊ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ട് വരുന്നത് 2 എണ്ണമാണ്. 1ഉം 2ഉം. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം, ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ്, ലാഹോർ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം, സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. അപ്പൊ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ അറിയാം നാഗ്പൂർ സെഷനിലാണ് നോൺ കോപ്പറേഷൻ
മൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നത്. അത് ശരിയായിട്ടുള്ളതാണ്. ബോംബെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയമാണ് വന്നത്. അതുപോലെ ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് ആണ് വരുന്നത്. അപ്പൊ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സൂറത്ത് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിഭജനം. അപ്പൊ സൂറത്ത് സ്പ്ലിറ്റ് എന്നാണ് അതിനെ അറിയപ്പെടുക അല്ലെ, സൂറത്ത് സ്പ്ലിറ്റ് എന്നാ പറയാ. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു ജോഡിയാണ്. അപ്പൊ 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡാൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെ? ഡൽഹി, അവധ്, ബംഗാൾ, മദ്രാസ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ, അവധാണ്. അവധിനെ പറ്റിയിട്ടാണ് ഡാൽഹൌസി പ്രഭു അങ്ങനെ പറഞ്ഞത്. ഇനി അടുത്തത് വീണ്ടും ലാഹോർ സമ്മേളനത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബന്ധപ്പെടാത്തത് തെറ്റായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചേക്കണേ. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അപ്പൊ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിസ്സഹകരണ സമരം ആരംഭിക്കുക, അതാണോ പറഞ്ഞത്? നിസ്സഹകരണമാണോ? അല്ലല്ലോ, നിയമലംഘനാണ് പറഞ്ഞത്. നോൺ കോപ്പറേഷൻ അല്ല, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആണ് നമ്മൾ ഇവിടെ 1929 ലാഹോർ സെഷനിൽ പറഞ്ഞത്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത് 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണം. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 3 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, റൗലറ്റ് നിയമം, വാഗൺ ട്രാജഡി, ചൗരി ചൗര സംഭവം. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ജാലിയൻ വാലാബാഗിന് ശേഷമാണ് ഗാന്ധിജി കൈസർ എ ഹിന്ദ് തിരിച്ചു കൊടുത്തത്. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. കൂടിയരശ് ഇ വി രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫൂലെ, സമ്പത്ത് കൗമുദി ശ്രീനാരായണ ഗുരു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള ആകെ ഒരൊറ്റ ജോഡിയേ ഉള്ളൂ, സമ്പത്ത് കൗമുദി. അത് ശ്രീനാരായണ ഗുരു അല്ല. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ബാക്കി 3ഉം ശരിയായിട്ടുള്ള പ്രയാസാണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം ശരി ഉത്തരാണ് കേട്ടോ. അടുത്തത്, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് വാഞ്ചി അയ്യർ, അരുണ അസഫ് അലി, ചന്ദ്രശേഖർ ആസാദ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പൊ നമുക്ക് ഇതിൽ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ സമരങ്ങൾക്ക് നേതൃത്വം നൽകി എന്നുള്ള ഒറ്റ സ്റ്റേറ്റ്മെന്റ് തന്നെ കിട്ടും. ഓപ്ഷൻ ഡി ആണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന ആള്. അപ്പം അതിർത്തി ഗാന്ധി എന്നൊക്കെ അദ്ദേഹത്തിന്റെ വിശേഷണമാണ്. അപ്പം അതാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. അപ്പൊ ഇതേ വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമ്മളോട് ചോദിച്ചത് ഏത് രാജ്യത്തിനെയാണ് വിശേഷിപ്പിച്ചതെന്നാണ്. ഇപ്പൊ ആരാണ് വിശേഷിപ്പിച്ചതെന്നാണ് ചോദിക്കുന്നത്. വാരൻ ഹേസ്റ്റിംഗ്, കാനിങ് പ്രഭു, ഡാൽഹൌസി പ്രഭു, വില്യം ബെന്റിക് പ്രഭു. നമുക്ക് ആൻസർ ഓൾറെഡി അറിയാം. ഓപ്ഷൻ സി ആണ്. ഡാൽഹൌസി പ്രഭു ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആര്? അപ്പം തീവ്രവാദികൾ ആരാന്ന് നമുക്ക് മെയിൻലി 3 പേരാണ്. ലാൽ ബാൽ പാല്. അപ്പൊ ഇവിടെ നോക്കുക, ഓപ്ഷൻസിൽ തന്നെ ബിപിൻ ചന്ദ്രപാല്, ബാൽ ഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജ്പത് റായ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ലാൽ ബാൽ പാലിൽ പെടുന്ന 3 പേരാണ് ഇവര്. അതിലെല്ലാത്തത് ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ്. അടുത്ത ചോദ്യം ഇതുപോലെ തന്നെ സെയിം റിലേറ്റഡ് ആണ്. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? മിതവാദിയിൽ പെടാത്തത് ബാൽ ഗംഗാധര തിലക്, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത. തന്നെ നമ്മൾ പറഞ്ഞുള്ളൂ അല്ലെ, ബാൽ ഗംഗാധര തിലക് ഒക്കെ തീവ്രവാദികളിൽ പെടുന്നതാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ലാഹോർ കോൺഗ്രസ് സമ്മേളനം, അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം, കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം, 1-ാം വട്ടമേശ സമ്മേളനം. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1929 ലാഹോർ കോൺഗ്രസ് സെഷനിലാണ് പൂർണ്ണ സ്വരാജിന്റെ കാര്യം പറയുന്നത്. അടുത്തത്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? സിവിൽ നിയമലംഘനം, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, പൂർണ്ണ സ്വരാജ്. അപ്പൊ ഏറ്റവും ആദ്യം നടത്തിയത് ഏതാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, നിസ്സഹകരണ സമരം. അടുത്ത ചോദ്യം, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? രാജ് ബിഹാരി ബോസ്, ജയപ്രകാശ് നാരായൺ, സുഭാഷ് ചന്ദ്രബോസ്, ലാലാ ലജ്പത് റായ്. ആരാണ് ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാപകൻ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ, സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തത്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, VP മേനോൻ. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എഴുതിയത് VP മേനോൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രവേശം ഏത്? പോണ്ടിച്ചേരി, ദാമൻ, ദിയു, ഗോവ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്. പോണ്ടിച്ചേരി ആണ് ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം വരുന്നത്.
അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാര്? HN കുൻസ്രു, PN പണിക്കർ, ഫസൽ അലി, KM പണിക്കർ. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. KM പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായിട്ടുള്ള അംഗം. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ്. മഹാത്മാഗാന്ധി, രാജാറാം മോഹൻ റായ്, ബാൽ ഗംഗാധർ തിലക്, മിസസ് ആനി ബെസന്റ്. ആരാണ്? ഓപ്ഷൻ എ ആണ്, മഹാത്മാഗാന്ധിയാണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ബക്കീം ചന്ദ്ര ചാറ്റർജി, ദേവേന്ദ്രനാഥ് ടാഗോർ. സിമ്പിൾ ആണല്ലേ? ഓപ്ഷൻ എ ആണ്, രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അടുത്തത്, ദേശീയ ഗീതം ആയ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം, ത്രിപുര കോൺഗ്രസ് സമ്മേളനം, കാക്കിനഡ കോൺഗ്രസ് സമ്മേളനം, അവധി കോൺഗ്രസ് സമ്മേളനം. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് വരിക? വന്ദേമാതരം ആദ്യമായിട്ട് പാടിയത് കൽക്കത്ത കോൺഗ്രസ് സെഷനിലാണ്. 1896 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത്, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? 1:2, 2:3, 2:4, 3:2 ആണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാ? 3:2 ആണ് അതിന്റെ കറക്റ്റ് റേഷ്യോ വരുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം വരുന്നത്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗരി, ഉറുദു, ബംഗാളി, കൊങ്കണി. അപ്പൊ ഈ സത്യമേവ ജയതേ ആക്ച്വലി ഒരു സംസ്കൃതത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് എഴുതിയിരിക്കുന്ന ലിപി ദേവനാഗരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണല്ലേ? ഓപ്ഷൻ ബി കടുവ, എല്ലാവർക്കും അറിയാം. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. അപ്പൊ ഏറ്റവും അവസാനത്തെ മാസ് മൂവ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിയമലംഘന സമരം, നിസ്സഹകരണ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം, റൗലറ്റ് സത്യാഗ്രഹ സമരം. അപ്പൊ ഇതിൽ ഏതാണ്? ക്വിറ്റ് ഇന്ത്യ ആണല്ലേ ഏറ്റവും അവസാനം നടത്തിയത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. അപ്പൊ ഇത് കേരള ഹിസ്റ്ററി ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. രാമൻ നമ്പി, മോത്തിലാൽ തെജാവട്ട്, ബിർസ മുണ്ട, രാജാ ജഗന്നാഥ്. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്, രാമൻ നമ്പിയാണ്. അടുത്ത ചോദ്യം, ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി? സുരേന്ദ്രനാഥ് ബാനർജി, മിസസ് ആനി ബെസന്റ്, മഹാത്മാഗാന്ധി, രാജാറാം മോഹൻ റായ്. അപ്പൊ ഇദ്ദേഹത്തെ തന്നെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്നും അതുപോലെ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നും അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ഓപ്ഷൻ ഡി ആണ്, രാജാറാം മോഹൻ റായ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല? വിശ്വഭാരതി, അലഹബാദ്, ജാമിയ മിലിയ ഇസ്ലാമിയ, കൊൽക്കത്ത. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വിശ്വഭാരതി സർവകലാശാലയാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ചത്. അടുത്തത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഇത് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1929, 1921, 1919, 1942. അപ്പം 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ഓർത്തു വെച്ചോളൂ, ഇയർ മറക്കരുത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്നും പറയും. അത് ആരുടെ സംഭാവനയാണ്? ലാലാ ലജപത് റായ്, ദാദാബായ് നവറോജി, ബാൽ ഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദാദാബായ് നവറോജിയാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി അഥവാ ചോർച്ചാ സിദ്ധാന്തം സംഭാവന ചെയ്തത്. സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആര്? അൽതാഫ് ഹുസൈൻ ഹാലി, പ്രേംചന്ദ്, സുബ്രഹ്മണ്യ ഭാരതി, അലാമ മുഹമ്മദ് ഇക്ബാൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിന്റെ പേരെന്ത്? റൗലറ്റ് ആക്ട്, വെർണക്കുലർ പ്രസ് ആക്ട്, റെഗുലേറ്റിംഗ് ആക്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്. അപ്പൊ ഇതാണ് ജാലിയൻ വാലാബാഗിന് കാരണമായിട്ടുള്ള ആ ഒരു സംഭവം അല്ലെ? റൗലറ്റ് ആക്ട് ആണ്. 1919 വന്ന റൗലറ്റ് ആക്ട് ആണ് ഈ ഒരു നിയമം. ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പൊ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ആര്യ സമാജം, രാജാറാം മോഹൻ റായ്. അപ്പൊ അത് തന്നെ തെറ്റാണ്. ആര്യ സമാജ് ആരാണ്? ദയാനന്ദ് സരസ്വതിയാണ്. ബ്രഹ്മ സമാജാണ് രാജാറാം മോഹൻ റായ് സ്ഥാപിച്ചത്. അപ്പൊ അത് തെറ്റാണ്. ഇനി സ്വരാജ് പാർട്ടി, മോത്തിലാൽ നെഹ്റു ശരിയാണ്. മോത്തിലാൽ നെഹ്റുവും CR ദാസുമാണ് സ്വരാജ് പാർട്ടി ഫൗണ്ട് ചെയ്തത്. സ്വതന്ത്ര പാർട്ടി രാജഗോപാലാചാരി, അതും ശരിയാണ്. രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദ, അതും ശരിയാണ്. അപ്പൊ ഇതിൽ ഒന്ന് മാത്രമേ തെറ്റുള്ളൂ. 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്. അപ്പം 1907 ആണ് ശരിയാണ്. സൂറത്ത് സ്പ്ലിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. ശരിയാണോ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? 1934 24 ബെൽഗാവോൺ സെഷനിലാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത്. അപ്പൊ അത് തെറ്റാണ്. പിന്നെ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം, അത് ശരിയാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 1, 2, 4 മാത്രം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്.
അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ. അപ്പൊ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരാണ് കേട്ടോ. വന്ദേ മാതരമായിട്ട് ബന്ധപ്പെട്ട് ശരിയായവ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. അത് ശരിയാണ്. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ഹിന്ദിയാണോ? അല്ലല്ലോ, സംസ്കൃതത്തിലാണ് എഴുതിയത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. അപ്പൊ അത് ഏകദേശം ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഡി ആണ് കറക്റ്റ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യം, തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഹൈദരാബാദ്, ബോംബെ, ബീഹാർ, ബംഗാൾ. അപ്പൊ തേബാഗ തെലങ്കാന എപ്പോഴും നമുക്ക് ഒരുമിച്ച് കേൾക്കുമ്പോൾ പെട്ടെന്ന് സൗത്ത് ഇന്ത്യയിലാണെന്ന് തോന്നും. പക്ഷെ തേബാഗ സമരം ബംഗാളിലാണ് നടന്നത്. പിന്നെ അതിനുശേഷമാണ് തെലങ്കാന സമരം നടക്കുന്നത്. അപ്പൊ ഇത് എപ്പോഴും കോംബോ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കേൾക്കുമ്പോൾ തേബാഗ തെലങ്കാന എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യയിലാണെന്ന് തോന്നും. അപ്പൊ അങ്ങനെ തെറ്റിക്കരുത്. സൗത്തിലല്ല, തേബാഗ ബംഗാളിലാണ് കേട്ടോ. അടുത്തത്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, സ്വാമി ദയാനന്ദ സരസ്വതി, രാജാറാം മോഹൻ റായ്, സ്വാമി വിവേകാനന്ദ. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത്, ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്? ഗോവ, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, ട്രാൻകിബാർ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ട്രാൻകിബാറിലാണ് ഡെൻമാർക്കുകാരുടെ ആധിപത്യം ഉണ്ടായിരുന്നത്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? അക്കാമ ചെറിയൻ, കുട്ടിമാളു അമ്മ, ക്യാപ്റ്റൻ ലക്ഷ്മി, ആനി മസ്ക്രീൻ. കറക്റ്റ് ആൻസർ ആയിരുന്നു INAയുടെ വനിതാ വിഭാഗം നേതാവ് ഓപ്ഷൻ സി ആണ്, ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം, ഖേഡ സമരം, നിസ്സഹകരണ സമരം. അപ്പൊ ഇതിൽ ഏതാണ് ആദ്യത്തേത്? ഓപ്ഷൻ എ തന്നെയാണ് അല്ലെ, ചമ്പാരൻ സത്യാഗ്രഹമാണ് 1917. അടുത്തത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ശാശ്വത ഭൂനികുതി നയം, പെർമനന്റ് സെറ്റിൽമെന്റ്, അതുപോലെ ദത്താവകാശ നിരോധന നിയമം, വെർണക്കുലർ പ്രസ് ആക്ട്, റൗലത്ത് നിയമം. അപ്പൊ ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി, റൗലറ്റ് ആക്ട് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ HRA എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര്? ഈ HRA ആക്ച്വലി ഫൗണ്ട് ചെയ്തത് ആരാ? റവല്യൂഷണറികളായിട്ടുള്ള ആളുകളായിരുന്നു. ആ സമയത്ത് റവല്യൂഷണറീസ് ആണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ഫോം ചെയ്തത്. ഓപ്ഷൻസ് നോക്കാം. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, ഉദ്ധം സിംഗ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ, അതായത് ഇതുമായിട്ട് ബന്ധമില്ലാത്തത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്, അത് ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ് എപ്പോഴാണ് ഫേമസ് ആയത്? നമ്മുടെ ജാലിയൻ വാലാബാഗിന്റെ കാരണക്കാരനായിട്ടുള്ള മൈക്കിൾ ഒഡയറിന് അദ്ദേഹത്തിനെ അവിടെ ചെന്ന് വധിക്കുക, ആ ഒരു സീക്വൻസിലാണ് ഉദ്ധം സിംഗ് വരുന്നത്. അപ്പൊ ഇവിടെ HRA ആയിട്ട് ബന്ധമില്ലാത്തത് ഉദ്ധം സിംഗ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര്? ഗാന്ധിജി, അംബേദ്കർ, ദാദാഭായ് നെഹ്റു. അപ്പൊ ഇതിൽ ആരാണ്? ഓപ്ഷൻ ബി, അംബേദ്കർ ആണ് കറക്റ്റ് ആൻസർ. ഗാന്ധിജിയും അതുപോലെ തന്നെ INCയും കോൺഗ്രസും മറ്റ് 2 സമ്മേളനങ്ങളും ബഹിഷ്കരിച്ചു. ആകെ 1931 രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് അവർ പങ്കെടുത്തത്. പരുത്തി നെയ്ത്തുകാരുടെ ഇല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണിത്? ഡൽഹൌസി പ്രഭു, ലിട്ടൺ പ്രഭു, വില്യം ബെന്റിക്, മൗണ്ട് ബാറ്റൻ പ്രഭു. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വില്യം ബെന്റിക് ആണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. ലക്നൌ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. അപ്പൊ ഇതിൽ ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ തന്നെ നമുക്ക് 2ഉം 3ഉം തെറ്റാണെന്ന് പറയാം. ആകെ ഒരു സ്റ്റേറ്റ്മെന്റേ ശരിയുള്ളൂ, സ്റ്റേറ്റ്മെന്റ് 1. അപ്പൊ ഓപ്ഷൻ ബി ആണ് 1 മാത്രം ശരി. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. അപ്പം ഈ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി ദാദാഭായ് നവറോജി ഏത് പുസ്തകത്തിലാണ് എഴുതിയത്? ഇന്ത്യൻ അൺറസ്റ്റ്, ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, ഇന്ത്യൻ സ്ട്രഗിൾ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന? സത്യശോധക് സമാജ്, തിയോസഫിക്കൽ സൊസൈറ്റി, അലിഗഡ് പ്രസ്ഥാനം, പ്രാർത്ഥനാ സമാജം. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ, അലിഗഡ് പ്രസ്ഥാനമാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ? അമൃത് ബാസാർ പത്രിക, സ്വദേശി ചിത്രം, മിറാത്തുൽ അക്ബർ, സമ്പദ് കൗമുദി. അപ്പൊ ഇതിൽ 3ഉം 4ഉം മിറാത്തുൽ അക്ബറും സമ്പദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയിന്റെ വരുന്നത്. കറക്റ്റ് ആൻസർ ഇതാ ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉം. രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണെന്നാണ് ചോദ്യം. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ബടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. 1848 ദത്തബഹാര നയപ്രകാരം, ദത്തബഹാരം എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ഡോക്ടറിൻ ഓഫ് ലാബ്സ്, അപ്പൊ അത് പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യം?
ഹൈദരാബാദ്, തിരുവിതാംകൂർ, സത്താറ, മൈസൂർ. അപ്പൊ ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സത്താറയാണ് ആദ്യമായിട്ട് അവർ പിടിച്ചെടുത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ കൗൺസിൽ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 1861 പോർട്ട്ഫോളിയോ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? വെല്ലസ്ലി പ്രഭു, മിന്റോ പ്രഭു, കോൺവാലിസ് പ്രഭു, കാനിങ് പ്രഭു. ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണല്ലേ, കാനിങ് പ്രഭു ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് 1862 കൗൺസിലിലേക്ക് ലോർഡ് കാനിങ് നാമനിർദ്ദേശം ചെയ്യാത്തത്? അപ്പൊ ആരെയാണ് നോമിനേറ്റ് ചെയ്യാത്തതെന്നാണ് ചോദ്യം. ബനാറസിലെ രാജാവ്, പട്യാലയിലെ മഹാരാജാവ്, മൈസൂരിലെ മഹാരാജാവ്, സർ ദിനകർ റാവു. അപ്പൊ ഇതിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്യാത്തത് മൈസൂരിലെ മഹാരാജാവിനെയായിരുന്നു കേട്ടോ. അടുത്തത്, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ട്രേറ്റ് ഏർപ്പെടുത്തിയ നിയമം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892, ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947, മിന്റോ മോർലി പരിഷ്കരണ നിയമം 1909. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി അല്ലേ, മിന്റോ മോർലി റിഫോംസ് ആണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊണ്ടുവന്നത്. ഡയാർക്കി സമ്പ്രദായ ഭരണം നടപ്പിലാക്കിയത് ആരാണ്? ആക്ഷൻ പ്രഭു, മോണ്ടേഗ്യൂ ചെംസ്ഫോർഡ് ആണ് കേട്ടോ. ഇവിടെ തെറ്റാണ് എഴുതിയിരിക്കുന്നത്. മോണ്ടേഗ്യൂ ചെംസ്ഫോർഡ്, കോൺവാലിസ് പ്രഭു, മൗണ്ട് ബാറ്റൻ പ്രഭു. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഡയാർക്കി സിസ്റ്റം കൊണ്ടുവന്നത് മോണ്ടേഗ്യൂ ചെംസ്ഫോർഡ് ആണല്ലേ. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടിയെടുക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ബാൽ ഗംഗാധര തിലക്, ഭഗത് സിംഗ്, വി ഡി സവർക്കർ, ബിപിൻ ചന്ദ്രപാൽ. അപ്പൊ ഇതും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, അതുപോലെ തന്നെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബാൽ ഗംഗാധര തിലകാണ്. അടുത്ത ചോദ്യം, ഏത് ഹൗസിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചത്? ഹൗസ് ഓഫ് കോമൺസ്, ഹൗസ് ഓഫ് ലോർഡ്സ്, ബ്രിട്ടീഷ് കൗൺസിൽ, ഫെഡറൽ ലെജിസ്ലേച്ചർ. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഹൗസ് ഓഫ് കോമൺസ് ആണ്. നമ്മൾ ഇന്ന് ലോക്സഭ എന്ന് പറയുന്നതിന്റെ ഒരു രൂപം, അതാണ് ഹൗസ് ഓഫ് കോമൺസ്. ഹൗസ് ഓഫ് ലോർഡ്സ് ആണ് രാജ്യസഭ. അപ്പൊ ഹൗസ് ഓഫ് കോമൺസിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചത്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ അനന്ത, ഓപ്പറേഷൻ സഫേദ് സാഗർ, ഓപ്പറേഷൻ മേഘദൂത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താ? ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മുതലാളിത്തത്തിലും ഭൗതികവാദത്തിലും അധിഷ്ഠിതമായ ഒരു ലിബറൽ സാമ്പത്തിക വ്യവസ്ഥയെ സ്വാമി വിവേകാനന്ദൻ പിന്തുണച്ചു. അത് തെറ്റാണല്ലേ. അങ്ങനെ ഒരു വ്യവസ്ഥയെ സ്വാമി വിവേകാനന്ദൻ പിന്തുണച്ചിട്ടില്ല. പിന്നെ സുഭാഷ് ചന്ദ്രബോസ് 1942 റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. സുഭാഷ് ചന്ദ്രബോസ് അല്ല, അംബേദ്കറൈറ്റ് ഐഡിയോളജിയിലാണല്ലേ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ വരുന്നത്. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ആയിട്ട് അതിനൊരു ബന്ധമില്ല. അപ്പൊ സിയും തെറ്റാണ്. അടുത്തത്, നെഹ്റു മതത്തെ അടിസ്ഥാനമാക്കി ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന ആശയം പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ നെഹ്റു ആണോ പ്രോത്സാഹിപ്പിച്ചത്? അല്ല, സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് ഈ ഒരു 2 നേഷൻ തിയറി പ്രപ്പോസ് ചെയ്യുന്നതും പിന്നെ ജിന്നയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും എൻകറേജ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പം എ ആണ് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ ആരാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ അംഗമല്ലാത്തത്? ലോർഡ് പെത്തിക് ലോറൻസ്, വില്യം ബെന്റിക് പ്രഭു, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ. അപ്പൊ ഇതിൽ ആരാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ ഇല്ലാത്തത് ആരാ? വില്യം ബെന്റിക് പ്രഭു ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? റീഡിംഗ് പ്രഭു, ഹാർഡിംഗ് പ്രഭു സെക്കൻഡ്, ചെംസ്ഫോർഡ് പ്രഭു, മോണ്ടേഗു പ്രഭു. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്, ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു അല്ലെ ജാലിയൻ വാലാബാഗ് നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ. ഗാന്ധി ഓൾ ഇന്ത്യ അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം? 1925, 1930, 1932, 1935. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ, 1932 ഓൾ ഇന്ത്യ അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിക്കുന്നത്. ഹൂ ഫോർമുലേറ്റഡ് ഡ്രെയിൻ തിയറി? വീണ്ടും ചോർച്ചാ സിദ്ധാന്തം ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വി കെ കൃഷ്ണമേനോൻ, ദാദാബായ് നവറോജി, ബാൽ ഗംഗാധര തിലക്, സി ആർ ദാസ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ദാദാബായ് നവറോജി ആണ് ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറിന്റെ ഫോർമുലേറ്റർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ്? ഐക്യം, വിശ്വാസം, ത്യാഗം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഐക്യം, വിശ്വാസം, നേടിയെടുക്കുക, പ്രപഞ്ചം മുഴുവൻ ഒരു കുടുംബമാണ്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, ഐക്യം, വിശ്വാസം, ത്യാഗമാണ് കറക്റ്റ് ആൻസർ വരുന്നത്. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ഗോപാൽ കൃഷ്ണ ഗോഖലെ, ബാൽ ഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, വി ഡി സവർക്കർ.
അപ്പൊ ആരാണ് സെർവൻസ് ഓഫ് ഇന്ത്യ എന്ന സൊസൈറ്റി രൂപീകരിച്ചത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഗുപ്ത കാലഘട്ടത്തിൽ പട്ടണങ്ങളുടെ ഭരണത്തിന്റെ ഉത്തരവാദിത്വം ആർക്കായിരുന്നു? തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, കേന്ദ്ര നിയമിത പർപ്പൽ, പ്രാദേശിക കൗൺസിൽ, പാരമ്പര്യ ഭരണാധികാരികൾ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, കേന്ദ്ര നിയമിത പർപ്പൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. അപ്പം ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിയമലംഘനം, ക്വിറ്റ് ഇന്ത്യ, നിസ്സഹകരണ സമരം, നാവിക കലാപം. അപ്പൊ ഇതിൽ ആദ്യം വരുന്നത് ഏതാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തന്നെയാണ്, നിസ്സഹകരണ സമരമാണ് ആദ്യത്തേത്. അടുത്ത ചോദ്യം, ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, അഖിലേന്ത്യാ കിസാൻ സഭ, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഇന്ത്യൻ നാഷണൽ ആർമി. അപ്പം ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി അല്ലേ, ഇന്ത്യൻ നാഷണൽ ആർമിയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. എവിടെയാണ് ആനി ബെസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? ന്യൂഡൽഹി, കൽക്കത്ത, മദ്രാസ്, ജയ്പൂർ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മദ്രാസ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം, 1913 തുടങ്ങിയ ഖദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഗാന്ധിജി, ലാല ഹർദയാൽ, ലാല ലജ്പത് റായ്, ജവഹർലാൽ നെഹ്റു. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് അല്ലെ. കുറെ ലാല കാണുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, ലാല ഹർദയാൽ ആണ് ഖദാർ മൂവ്മെന്റിന്റെ നേതാവ്. താഴെ പറയുന്നവയിൽ ബാൽ ഗംഗാധർ തിലകിന്റെ ജേർണൽ ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ, ഇന്ത്യൻ മിറർ, യങ് ഇന്ത്യ, മറാത്ത. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ വരുന്നത്? മറാത്തയാണ് ബാൽ ഗംഗാധർ തിലകിന്റെ ജേർണൽ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, കുറെ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്തിട്ടുള്ള വ്യക്തി ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്. ആരാണ്? അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് റൈറ്റ് ആൻസർ. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി പങ്കെടുത്തത് ഏതാണ്? സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ് കേട്ടോ. അതിലാണ് മഹാത്മാഗാന്ധി പങ്കെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ലോർഡ് മൗണ്ട് ബാറ്റൻ, ലോർഡ് കാനിങ്, ലോർഡ് വേവൽ, ലോർഡ് ലിൻലിത്ഗോ. അപ്പം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ലോർഡ് ലിൻലിത്ഗോ ആണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1918, 1930, 1919, 1917. അപ്പം ഇത് ആദ്യത്തെ ഗാന്ധി ഇന്ത്യയിൽ വന്നിട്ട് ആദ്യത്തെ നേതൃത്വം വഹിച്ച സത്യാഗ്രഹമാണ്. 1917 ഇത് നടക്കുന്നത്. അടുത്തത്, ഗ്രാമീണ ചെണ്ടക്കാരൻ വില്ലേജ് ഡ്രമ്മർ ആരുടെ ചിത്രമാണ്? രാജാ രവിവർമ്മ, അപനീന്ദ്രനാഥ് ടാഗോർ, നന്ദലാൽ ബോസ്, അമൃത ഷേർഗിൽ. അപ്പം കറക്റ്റ് ആൻസർ ആരാണ്? ഓപ്ഷൻ സി ആണ്, നന്ദലാൽ ബോസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ദത്താവകാശ നിരോധന നിയമം, പ്രാദേശിക ഭാഷാ പത്ര നിയമം, റൗലറ്റ് ആക്ട്. ഇതൊന്നുമല്ല. നമുക്ക് തന്നെ ഉത്തരം അറിയാലോ, ഒബ്വിയസ് ആണ് ഓപ്ഷൻ സി, റൗലറ്റ് ആക്ട്. അടുത്ത ചോദ്യം, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം. മഹൽവാരി വ്യവസ്ഥ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അതിനെ തന്നെയാണ് ജമീന്ദാരി അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. റൈറ്റ്വാരി വ്യവസ്ഥ ഇതൊന്നുമല്ല. അപ്പൊ ബംഗാൾ, ബീഹാർ, ഒറീസ അവിടെ ആരാണ്? ഇതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്, പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി. വി പി മേനോൻ, ജോൺ മത്തായി, വി കെ കൃഷ്ണമേനോൻ, കെ എം പണിക്കർ. ഇതും ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, കെ എം പണിക്കർ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്കുശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ ദുർഗാപൂർ ബ്രിട്ടൻ, അത് കറക്റ്റ് ആൻസർ ആണല്ലേ. ഇനി ബൊക്കാറോ അമേരിക്ക. ബൊക്കാറോ അമേരിക്ക ആണോ? അല്ല, സോവിയറ്റ് യൂണിയൻ ആണ്. ബൊക്കാറോ സോവിയറ്റ് യൂണിയന്റെ സ്പോൺസർഷിപ്പിലാണ് അല്ലെങ്കിൽ അതിന്റെ ഹെൽപ്പ് അസിസ്റ്റൻസിലാണ് ഇവിടെ വരുന്നത്. ഇനി റൂർക്കേല ജപ്പാൻ. റൂർക്കേല ജപ്പാൻ അല്ല, ജർമ്മനിയാണ്. അപ്പൊ അതും തെറ്റാണ്. അടുത്തത് ഭിലായി സോവിയറ്റ് യൂണിയൻ, അത് ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ജോഡികൾ 1ഉം 4ഉം ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following statement is or are correct with respect to the civil disobedience movement? അപ്പൊ നിയമലംഘന പ്രസ്ഥാനത്തിനോട് അടിസ്ഥാനമാക്കിയിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. The movement was proposed in Lahore Congress of 1929. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഗാന്ധിജി announced an 11-point ultimatum for Lord Irwin to abstain from the movement. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. After the Gandhi-Irwin Pact, Congress agreed to participate in the third round table conference. അത് ശരിയാണോ? തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലല്ല അല്ലെ, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് പോവാൻ അവർ എഗ്രി ചെയ്തത്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദ മൂവ്മെന്റ് കുഡ് നോട്ട് അച്ചീവ് എനിത്തിങ് സബ്സ്റ്റൻഷ്യൽ. അപ്പൊ സബ്സ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്
നേടിയിട്ടില്ല. അപ്പൊ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ തേർഡ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ 1, 2 and 4 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ബർദോളി, ചമ്പാരൻ, ഖേഡ, അഹമ്മദാബാദ്. ഇതിൽ ഏതാണ് ആദ്യകാല സമരങ്ങൾ? ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് ആണ് അല്ലെ. 1918 ആ ഒരു സമയത്ത് 17-18 സമയത്ത് നടക്കുന്നത് അതാണ്. ബർദോളി 1928 നടക്കുന്നത്. അപ്പൊ അതാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്. അപ്പം 2, 3, 4 വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ദാദാബായ് നവറോജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു. കോൺഗ്രസിലെ തീവ്രവാദി നേതാവായിരുന്നു. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചു. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? തെറ്റായിട്ടുള്ളത് ഏതാണ്? സെക്കൻഡ് ആണ്. തീവ്രവാദി അല്ലായിരുന്നു, അദ്ദേഹം എന്താണ്? മിതവാദിയായിരുന്നു. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ, ബാക്കി 3ഉം ശരിയാണ്. അപ്പൊ 1, 3, 4 വരുന്ന ഓപ്ഷൻ ഏത്? ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ. മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി, മോത്തിലാൽ നെഹ്റു ആൻഡ് CR ദാസ്, ലാലാ ലജ്പത് റായ്, ബാൽ ഗംഗാധർ തിലക്, രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് വരിക? ഓപ്ഷൻ എ ആണ്. അലി ബ്രദേഴ്സ് എന്നാണല്ലോ അവർ അറിയപ്പെടുക, മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. പിന്നെ മോത്തിലാൽ നെഹ്റു ആൻഡ് CR ദാസ് എന്താണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചവരാണ് കേട്ടോ. ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ജോസഫ് നോയൽ പേറ്റൻ, തോമസ് ജോൺസ് ബാർക്കർ, അമൃത ഷെർഗിൽ, നന്ദലാൽ ബോസ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ജോസഫ് നോയൽ പേറ്റൻ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരാണ്? അപ്പം ഹോം റൂളുമായിട്ട് ബന്ധമുള്ളത് ആരൊക്കെയെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ആനി ബെസന്റ്, ഡേവിഡ് ഹാരെ, S സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക്. അപ്പൊ ഇതിൽ ബന്ധമില്ലാത്ത ഒരാള് ഡേവിഡ് ഹാരെയാണ്. അപ്പം ആ 2 തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി മാത്രമാണ് കിട്ടുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബാക്കി 3 പേരും ഹോം റൂൾ ആയിട്ട് ബന്ധമുള്ളവരാണ്. ഡേവിഡ് ഹാരെ കുറച്ചും കൂടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു ഡേവിഡ് ഹാരെ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇതൊരു കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് വന്നതാണ് കുറെ പേർക്ക്. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉറുദു പത്രം, ഉറുദു മാസിക, ബംഗാളി പത്രം, ബംഗാളി മാസിക. പക്ഷെ ആക്ച്വലി എല്ലാവരും വന്ദേ മാതരം ആ പാട്ട് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ, ആ ഗീതം മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ ഉറുദു പത്രം കൂടിയാണ് വന്ദേ മാതരം. ലാലാ ലജ്പത് റായ് ആണ് അതിന്റെ ഫൗണ്ടർ. അപ്പം വന്ദേ മാതരം എന്ന് പറയുന്നത് ഒരു ഉറുദു പത്രം കൂടിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആര്യ സമാജം സ്ഥാപിച്ചു, അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ബ്രഹ്മ സമാജം അദ്ദേഹം അല്ലല്ലേ, രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ അത് തെറ്റാണ്. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു, അതും ശരിയാണ്. 1875 ബോംബെയിൽ ജനിച്ചു, അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം 1875 ബോംബെയിൽ വെച്ചിട്ടാണ് ആര്യ സമാജം സ്ഥാപിക്കുന്നത്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് 2 സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഈ ഓപ്ഷൻസിൽ മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ഈ ചോദ്യം ക്യാൻസൽ ഔട്ട് ആയിട്ട് പോവാണ് ഉണ്ടായത്. ശരിക്കും 2ഉം 4 ആണ് ഇതിന്റെ ഉത്തരം വരേണ്ടത്. ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് അത് 2ഉം ആണ് കേട്ടോ. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ സമരസമയത്ത് പറഞ്ഞ ഒരു സ്ലോഗനാണ്. അതുപോലെ ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ചാനാർ ലഹള. അപ്പൊ ഇതില് ഗാന്ധിയുമായിട്ട് ബന്ധമില്ലാത്തത് ചാനാർ ലഹള മാത്രമേ ഉള്ളൂ. ബാക്കി 3ഉം ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏതു സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഒറ്റപ്പാലം, സൂറത്ത്, അമരാവതി, ഹരിപുര. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? അമരാവതി സെഷനിലാണല്ലേ അദ്ദേഹം അധ്യക്ഷത വഹിച്ചത്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, അമരാവതി. അടുത്ത ചോദ്യം, APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? അപ്പം തെറ്റായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. അപ്പം കുംഭകോണത്താണോ? അല്ല, രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. അഗ്നിസാക്ഷി അല്ല അല്ലെ, അഗ്നി ചിറകുകളാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം, അതായത് വിങ്സ് ഓഫ് ഫയർ. അപ്പൊ ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ 1ഉം 4ഉം ആണ് ശരിയായിട്ട് വരുന്നത്. തെറ്റ് 2ഉം 3ഉം ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആര്? CR ദാസ്, സുഭാഷ് ചന്ദ്രബോസ്, പോറ്റി ശ്രീരാമുലു, VP മേനോൻ. അപ്പൊ അതിൽ ആരാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, VP മേനോൻ ആണല്ലേ.
ഇനി പറയുന്ന വാക്യങ്ങൾ വായിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പൊ ശരിയായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൽ തുടങ്ങി ഇന്ത്യൻ പ്രദേശത്തിന്റെ വിപുലീകരണത്തിൽ ബ്രിട്ടീഷുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. പ്ലാസി യുദ്ധത്തിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് എന്താണ്, എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് ടെറിട്ടറീസ്, അതായിരുന്നു അവരുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത്, ലോർഡ് കോൺവാലിസ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം വിപുലീകരിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അപ്പൊ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആരായിരുന്നു? കോൺവാലിസ് അല്ലായിരുന്നു, ഡാൽഹൌസി പ്രഭു ആയിരുന്നു. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത്, ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നാണ് ചാൾസ് മെറ്റ്കാഫ് അറിയപ്പെടുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഇന്ത്യൻ ന്യൂസ് പേപ്പറിന്റെ പിതാവ് ആണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ജേർണലിസത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ദ അമരാവതി കോൺഫറൻസ്? എ.ഒ. ഹ്യൂമ, കെ കേളപ്പൻ, സി ശങ്കരൻ നായർ, സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ, ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സി ശങ്കരൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് മാർട്ടിർ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ഇൻ സൗത്ത് ഇന്ത്യ? ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തില്. അപ്പം ടി പ്രകാശം, വാഞ്ചി അയ്യർ, വി.ഒ. ചിദംബരം, കട്ടബൊമ്മൻ. ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി, വാഞ്ചി അയ്യർ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ടും ഡിഫറെന്റ് ആണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എതിർത്തല്ലോ, സോൾട്ട് ലോ ഒക്കെ വയലേറ്റ് ചെയ്തല്ലോ. അപ്പൊ അതും ശരിയാണ്. രണ്ടും ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരളം, കർണാടകം, തമിഴ്നാട്, മഹാരാഷ്ട്ര. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മഹാരാഷ്ട്ര. അത് ഫൗണ്ട് ചെയ്തത് DK കാർവെയാണ് 1916. അടുത്ത ചോദ്യം, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും ബാൽ ഗംഗാധർ തിലകും റാനഡയും ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും. പിന്നെയും ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് കേട്ടോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, CR ദാസും മോത്തിലാൽ നെഹ്റുവും. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ലീഡർ ഓഫ് റിവോൾട്ട് ഓഫ് 1857, അതുപോലെ സെന്റേഴ്സ് ഓഫ് റിവോൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നാനാ സാഹിബ്, മൗലവി അഹമ്മദുള്ള ഷാ, ബഹാദൂർ ഷാ സെക്കൻഡ്, ബീഗം ഹസ്രത് മഹൽ കൊടുത്തിട്ടുണ്ട്. അപ്പത്തെ സൈഡിൽ നമുക്ക് ഡൽഹി, കാൺപൂർ, ലക്നൗ, ഫൈസാബാദ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാനാ സാഹിബ് എവിടെയാണ് ഇവിടെ വരുന്നത്? നാനാ സാഹിബ് കാൺപൂർ ആണ്. അതുപോലെ മൗലവി അഹമ്മദുള്ള ഷാ ഫൈസാബാദ് ആണ്. ബഹാദൂർ ഷാ സെക്കൻഡ് ഡൽഹി ആണ്. ബീഗം ഹസ്രത് മഹൽ ലക്നൗ ആണ്. അപ്പൊ ഇത് മാച്ച് ചെയ്ത് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. 1B, 2D, 3A, 4C. അതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്? അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ദ പബ്ലിക് ഇൻക്ലൂഡിംഗ് വുമൻ ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ് ഓൺ ദ സ്ട്രീറ്റ്സ്. അപ്പൊ വിദേശ വസ്ത്രങ്ങൾ തെരുവിലിട്ട് കത്തിച്ചു. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫാമേഴ്സ് ഇൻ UP refused to carry the luggage of colonial officials. കൊളോണിയൽ ഭരണാധികാരികളുടെ ഒക്കെ ലഗേജ് ക്യാരി ചെയ്യാനൊക്കെ ഇവർ റെഫ്യൂസ് ചെയ്തു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ചൗരി ചൗര ഇൻസിഡന്റ് took place in 1922 in ഗുജറാത്ത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഗുജറാത്തിലല്ല, ചൗരി ചൗര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? UP-യിലാണ്, ഉത്തർപ്രദേശിലാണ്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈസ്രോയ് annexed Oudh on the grounds of misrule in 1856? ലോർഡ് വെല്ലസ്ലി, ലോർഡ് കോൺവാലിസ്, ലോർഡ് ഹാസ്റ്റിംഗ്സ്, ലോർഡ് ഡാൽഹൌസി. അപ്പൊ ആരാണ് അവധ് പിടിച്ചെടുത്തത്? ആരായിരുന്നു? ഓപ്ഷൻ ഡി, ഡാൽഹൌസി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഹു വാസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഓഫ് ബംഗാൾ നാഷണൽ കോളേജ് എസ്റ്റാബ്ലിഷ് ഡ്യൂറിംഗ് ദ സ്വദേശി മൂവ്മെന്റ്? അപ്പൊ ബംഗാൾ നാഷണൽ കോളേജിലെ ആദ്യത്തെ പ്രിൻസിപ്പൽ ആരായിരുന്നു എന്നാണ് ചോദ്യം. ബിപിൻ ചന്ദ്രപാൽ, ശ്രീ അരബിന്ദോ ഘോഷ്, ആചാര്യ പ്രഫുല്ല ചന്ദ്ര റായ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി, അരബിന്ദോ ഘോഷ് ആയിരുന്നു ആദ്യത്തെ പ്രിൻസിപ്പാല്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാം. അപ്പൊ ഇതൊക്കെ ആരെ പറ്റിയാണ് പറയുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആരാണിത്? VV ഗിരി, KM പണിക്കർ, C ശങ്കരൻ നായർ, VP മേനൻ. ആരാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, VP മേനൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക.
ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. അപ്പൊ ഇതിൽ ഉൾപ്പെടാത്തത് മൗണ്ട് ബാറ്റൻ പ്ലാനിൽ അദ്ദേഹം പറയാത്തത് ഓപ്ഷൻ 1 മാത്രമാണ്. എ ആണ് കറക്റ്റ് ആൻസർ, 1 മാത്രം. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്നാണ്? രണ്ടാം വട്ടമേശ സമ്മേളനം, ക്യാബിനറ്റ് മിഷൻ, ആഗസ്റ്റ് ഓഫർ, ക്രിപ്സ് മിഷൻ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്രിപ്സ് മിഷനെയാണ് പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. In which session of INC decided to observe 26 January of every year as Independence Day? നാഗ്പൂർ സെഷൻ, ലാഹോർ സെഷൻ, ബോംബെ സെഷൻ, അമരാവതി സെഷൻ. അപ്പൊ ഏത് INC സെഷനിലാണ് ജനുവരി 26 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട്, സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുമെന്ന് തീരുമാനിച്ചത്? ഓപ്ഷൻ ബി, ലാഹോർ സെഷനിൽ വെച്ചിട്ടാണല്ലേ, 1929 ലാഹോർ സെഷനിൽ. അടുത്ത ചോദ്യം, വാജിദ് അലി ഷാ, ദ റൂളർ ഓഫ് വിച്ച് വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് വാസ് റിമൂവ്ഡ് ഫ്രം പവർ ബൈ ബ്രിട്ടീഷ് ഇൻ ദ നെയിം ഓഫ് മിസ്റൂൾ അറ്റ് ദ ടൈം ഓഫ് 1857 റിവോൾട്ട്? അപ്പം വാജിദ് അലി ഷാ ഏത് രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു? അവിടെ നിന്നാണ് അദ്ദേഹത്തിനെ റിമൂവ് ചെയ്തത്. അപ്പൊ ഇതിൽ ഏത് രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു വാജിദ് അലി ഷാ? അവധ്, ബറൌട്ട്, അര, ഡൽഹി. അദ്ദേഹം അവധിലെ ഭരണാധികാരിയായിരുന്നു കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 ശരിയാണോ? അല്ലല്ലോ, 1919 എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ, 1919 ഏപ്രിൽ 13. അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അതും ശരിയാണ്. അപ്പൊ ഇതില് 1, 3, 4 ശരി എന്നുള്ളതാണ് വരുന്നത്. 1, 3, 4 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Which of the following is not associated with Lord Ripon? Repeal of the Vernacular Press Act, Second Afghan War, the First Factory Act of 1881, the Arms Act of 1878. അപ്പൊ ഇതില് റിപ്പണുമായിട്ട് ബന്ധം ഇല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വെർണക്കുലർ പ്രസ് ആക്ടും അതുപോലെ തന്നെ ഫസ്റ്റ് ഫാക്ടറി ആക്ടും റിപ്പണുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പൊ 2 and 4 ആണ് ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ഡി ആണ് അപ്പൊ ആൻസർ വരിക. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ക്രോണോളജിക്കലി അറേഞ്ച്ഡ്? അപ്പൊ ഇത് ക്രോണോളജിക്കലി കാലക്രമത്തിൽ അടയാളപ്പെടുത്താനാണ് കേട്ടോ. നെഹ്റു റിപ്പോർട്ട് റെക്കമെൻഡ്സ് പ്രിൻസിപ്പിൾസ് ഫോർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ നെഹ്റു റിപ്പോർട്ട് ഏതാണ്? 1928 വരുന്നത്. പിന്നെ മീററ്റ് കോൺസ്പിറസി കേസ്, മീററ്റ് കോൺസ്പിറസി 1929 അടുത്തത് കമ്മ്യൂണൽ അവാർഡ് ബൈ റാംസെ മക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡ് 1932 ആണ്. അപ്പം ഈ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ തന്നെയാണ് വരിക. 1, 2, 3 തന്നെയാണ് കറക്റ്റ് ഓർഡർ. ഓപ്ഷൻ എ ആണ്. 28, 29 അതുപോലെ 32 എന്നാണ് ആ ഓർഡർ വരുന്നത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? കറക്റ്റ് ആൻസർ അബ്ദുൽ കലാം ആസാദ് ആണ്. ഓപ്ഷൻ സി. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? അപ്പൊ ഏതാണ് ബന്ധമില്ലാത്തത്? തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഫ്യൂഡൽ നികുതി നൽകുക, നികുതി നൽകാതിരിക്കുക. അപ്പൊ ഇതിൽ സെക്കൻഡ് മാത്രമാണ്, ഫ്യൂഡൽ നികുതി നൽകുക എന്നുള്ളതാണ് ഇതിൽ ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ബി ആണ്. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? അതിന്റെ ആൻസർ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ സി ആണ്, ധോലാവിര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ബന്ധമില്ലാത്തത്. ഗുലാംഗിരി എഴുതിയത് ആരാണ്? ജ്യോതിറാവു ഫൂലെ ആണ്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പാഞ്ചാലി ശപഥം എഴുതിയത് ആര്? സുബ്രഹ്മണ്യ ഭാരതിയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പിംഗളി വെങ്കയ്യ. ഇന്ത്യൻ ഭാഷ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ആന്ധ്രാപ്രദേശ് കേട്ടോ. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? സുകുമാർ ചെന്നാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠമാണ് ആൻസർ. ഓപ്ഷൻ ബി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലുള്ളതാണ്. ഡോക്ടർ DS കോത്താരിയാണ് കറക്റ്റ് ആൻസർ കേട്ടോ.
1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം നമുക്കറിയാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ചമ്പാരൻ ആണ്. അടുത്ത ചോദ്യം, ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആര്? കറക്റ്റ് ആൻസർ ജൊനാഥൻ ഡങ്കൻ ആണ്, ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. അപ്പൊ ഇതിൽ ബന്ധമില്ലാത്തത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഓപ്ഷൻ സി മാത്രം, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും എന്നുള്ളതാണ് ആൻസർ വരുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത്? ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് ആണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, 52 സെക്കൻഡ് ആണ് വരുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആരാ വരുന്നത്? സരളാദേവി ചൗധരാണിയാണ് വരുന്നത്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദേശീയ ഗാനം ആരാണ് എഴുതിയത്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ദേശീയ ഗീതമാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ. അപ്പൊ ഇതിൽ മൂന്നും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ഓപ്ഷൻ ഡി ഇവയെല്ലാം ആണ് വരുന്നത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫസിൽ അലി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ദേശീയ ഗീതമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ആരാ? ഓപ്ഷൻ ഡി, ചേറ്റൂർ ശങ്കരൻ നായരാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ കറക്റ്റ് ആയത് എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ളത് വരുന്നത് ഓപ്ഷൻ ബി ആണ്. കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നുള്ളതാണ്. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ബാൽ ഗംഗാധര തിലകാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അബനീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത? അത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഓപ്ഷൻ ഡി ആനി ബസന്റ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? 1922 നടന്ന ചൗരി ചൗര സംഭവമാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, ബഹദൂർ ഷാ സെക്കൻഡ്. അടുത്ത ചോദ്യം, പവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ദാദാബായ് നവറോജി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, രാജാറാം മോഹൻ റോയ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ? വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ ഡി ഫസിൽ അലി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? കറക്റ്റ് ആൻസർ ബി ഡി ജട്ടി, ബാസപ്പ ദാനപ്പ ജട്ടി. അതാണ് ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? കറക്റ്റ് ആൻസർ ഇന്ത്യ ചൈനയാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നെഹ്റു ചൈനയിലെ പ്രതിനിധിയായിട്ട് ചൗവിൻലായി ആയിരുന്നു പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് കേട്ടോ. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? നാനാ സാഹിബ് കാൺപൂർ. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നാനാ സാഹിബ് കാൺപൂർ എന്നുള്ളത് ഓർത്തു വെക്കുക. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അപ്പൊ ഇതിൽ തെറ്റായിട്ട് വരുന്നത് വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണനയാണ്. അദ്ദേഹം കോട്ടേജ് ഇൻഡസ്ട്രീസിനാണല്ലേ പുഷ് കൊടുത്തത്. അപ്പൊ വൻകിട വ്യവസായങ്ങളല്ല, ചെറുകിട കുടിൽ വ്യവസായങ്ങളെയാണ് അദ്ദേഹം പരിഗണിച്ചത്. അപ്പൊ സെക്കൻഡ് തെറ്റാണ്, 1 and 3 ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ചാണക്യൻ അർത്ഥശാസ്ത്രം, അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, വെൽഫെയർ എക്കണോമിക്സ് പറയില്ലേ, അതാണ്. മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്, ദാദാബായ് നവറോജി
മിച്ചമൂല്യ സിദ്ധാന്തം. മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. അപ്പൊ ഇതില് ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ട് വരുന്നത്. ദാദാബായ് നവറോജി ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി ആണ്. സർപ്ലസ് വാല്യൂ തിയറി വരുന്നത് കാൾ മാർക്സ് ആണ് കേട്ടോ. ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആയിട്ട് ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ചോദിക്കണേ. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ഇവർ 3 പേരും ഇന്ത്യയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവരാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 2 and 3. അടുത്തത് ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. കോട്ടണോപോളിസ് ബോംബെയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. അത് തെറ്റാണ്. 3ാം സ്ഥാനം അല്ല, 7ാം സ്ഥാനമാണ്. 7th റാങ്ക് ആണ് മെയ്സ് കൾട്ടിവേഷനിൽ വരുന്നത്. അടുത്തത് ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടും. അതും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ചണം എന്ന് പറയുമ്പോൾ ജൂട്ട് ഗോൾഡൻ ഫൈബർ ആണ്. കോട്ടൺ ആണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് വരുന്നത്. അപ്പൊ ഇതിൽ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഇതില് ഓപ്ഷൻസ് തെറ്റാണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, PK തുങ്കൻ കമ്മിറ്റി. വീണ്ടും ലാഹോർ സമ്മേളനത്തിൽ നിന്നുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. 1927 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു. 1932 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇതിൽ 2ഉം 3ഉം ആണ് തെറ്റ് വരുന്നത്. കാരണം 1927 അല്ല, 29 ആണ് ലാഹോർ സമ്മേളനം നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 1932 അല്ല, 30 ആണ് വരുന്നത്. അപ്പൊ ഇയേഴ്സ് ആണ് തെറ്റിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കി 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ തെറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിരിക്കുന്നത്. 1857 റിവോൾട്ടിലെ ലീഡേഴ്സും അവര് ലീഡ് ചെയ്ത സ്ഥലങ്ങളും ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബഹദൂർ ഷാ സെക്കൻഡ്, ഷാമാൽ, മൗലവി അഹമ്മദുള്ള, ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദ്, ലക്നൗ, ഡൽഹി, ബറൌട്ട്. അപ്പൊ ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹി ആയിരുന്നു. ഷാമാൽ എവിടെയായിരുന്നു? ബറൌട്ട് ആയിരുന്നു. മൗലവി അഹമ്മദുള്ള, ഫൈസാബാദ്, ബീഗം ഹസ്രത് മഹൽ, ലക്നൗ. അപ്പൊ ഈ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1C, 2D, 3A, 4B. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പം പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയവരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മിറാത്തുൽ അക്ബർ ആര്? രാജാറാം മോഹൻ റോയ് ആണ് വരുന്നത്. കേസരി മറാത്ത ബാൽ ഗംഗാധര തിലകാണ്. കോമൺ വീല് ആനി ബസന്റ് ആണ്. യങ് ഇന്ത്യ മഹാത്മാഗാന്ധി. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി അടുത്തത് വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഇതിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA ആരായിരുന്നു? ഭഗത് സിംഗ് ആണ് അല്ലെ. HSRA ഭഗത് സിംഗ് ആണ്. ഖാദർ പാർട്ടി അതിന്റെ ഫൗണ്ടർ ലാലാ ഹർദയാൽ ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി INA ആരാ? റാഷ് ബിഹാരി ബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് കറക്റ്റ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. നേരെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നിർമ്മല സീതാരാമൻ. 9 കോൺസിക്യൂട്ടീവ് ബജറ്റ് ആണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? അതായത് ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് അറിയപ്പെടുന്നത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ലോർഡ് റിപ്പൺ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്തത്, മുഗൾ വാസ്തുവിദ്യയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഫത്തേപൂർ സിക്രിയിൽ കോട്ട സമുച്ചയം സ്ഥാപിച്ചത് ഷാജഹാൻ ആണ്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ കോട്ട സമുച്ചയമൊക്കെ സ്ഥാപിച്ചത് അക്ബർ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നു. അത് തെറ്റാണ്. ഫത്തേപൂർ സിക്രിയിലാണ് ബുലന്ദ് ദർവാസ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ ആണ്. അതും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മോത്തി മസ്ജിദ് ഡൽഹിയിലും ആഗ്രയിലും ഉണ്ട്. ഡൽഹിയിലെ മോത്തി മസ്ജിദ് സ്ഥാപിച്ചത് ഔറംഗസേബും അതുപോലെ തന്നെ ആഗ്രയിലെ ഷാജഹാനുമാണ്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. തന്നിരിക്കുന്നവയിൽ ഒന്നും ശരിയല്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തത്? മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണിത്. അതും ശരിയാണ്. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു.
അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്ന് ഈ നിയമം നിർബന്ധിച്ചു. അങ്ങനെ ഒരു നിബന്ധനയൊന്നും ഈ ഒരു പോളിസി വെച്ചിട്ടില്ല അല്ലെ. അപ്പോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശരിയാണ്. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു. അതും ശരിയാണ്. ഏത് വിധേനയും സ്വയം ഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. അത് ശരിയാണോ? അല്ലല്ലോ. നോൺ വയലൻസ് ഒന്നും ലൈക് വയലൻസ് ഒന്നും അദ്ദേഹത്തിന്റെ മീൻസ് ആയിരുന്നില്ല. നോൺ വയലൻസും അഹിംസ അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ എന്താ പറയാ മാധ്യമങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഏത് വിധേനയും എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത് ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. അതും ശരിയാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ചെയ്ത ഓപ്ഷൻ 1, 2 and 4 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും നിലവിൽ വന്നു. അപ്പൊ ഇതിൽ 1, 2, 3 ശരിയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഡയാർക്കിയൊക്കെ നിലവിൽ വരുന്നത് 1919 മോണ്ടേഗ്യൂ ചെംസ്ഫോർഡ് റിഫോംസിലാണ്. 4th സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബാക്കി 1, 2, 3 മാത്രം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ശരിയാണ്. ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. അതും ശരിയാണല്ലേ. 1917. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം 1915 ആണ്. അപ്പൊ അതും ശരിയാണ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയതാണ്. കാരണം ഓപ്ഷൻസ് നമുക്ക് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ ഈ 4 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് കേട്ടോ. അടുത്തത് ആൻഷ്യൻ ഹിസ്റ്ററി പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് അബൌട്ട് രുദ്രദാമൻ ഈസ് ഓർ ആർ കറക്റ്റ്? രുദ്രദാമനെ പറ്റിയിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഹി ഈസ് നോട്ട് ഫോർ ജുനഗദ് ഇൻസ്ക്രിപ്ഷൻ. കറക്റ്റ് ആണ്. ജുനഗദ് ഇൻസ്ക്രിപ്ഷൻ രുദ്രദാമന് അതിനായിട്ട് റിലേറ്റഡ് ആണ്. ഹി അണ്ടർടുക്ക് ദ റെസ്റ്റോറേഷൻ ഓഫ് എ റിസർവോയർ കോൾഡ് സുദർശന ലേക്ക്. അപ്പൊ സുദർശന ലേക്കിന്റെ റെസ്റ്റോറേഷനും അണ്ടർടുക്ക് ചെയ്തത് രുദ്രദാമനാണ്. അപ്പൊ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഹി ഡിഫീറ്റഡ് ദ ശതകർണി റൂളർ ഗൗതമിപുത്ര. ഗൗതമിപുത്ര ശതകർണിനെ ഡിഫീറ്റ് ചെയ്തു. അതും ശരിയായിട്ടുള്ള ആൻസർ ആണ്. He married his daughter to Gautamiputra's son Vashishthiputra Pulvamai. Vashishthiputra Pulvamaiക്ക് അദ്ദേഹത്തിന് മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പൊ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോവ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? ഇതിൽ തെറ്റായിട്ടുള്ള പേഴ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. വിക്രമാംഗ ദേവചരിത ബിൽഹാന കറക്റ്റ് ആണ്. മട്ടവിലാസ മഹേന്ദ്ര വിക്രമവർമ്മനാണ്. കറക്റ്റ് ആണ്. സ്വപ്ന വാസവദത്ത ബാണയല്ല ഭാഷയാണ്. അപ്പൊ തേർഡ് തെറ്റാണ്. ദേവി ചന്ദ്രഗുപ്ത വിശാഖദത്ത അത് കറക്റ്റ് ആണ്. അപ്പൊ ഓൺലി 3 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻഷ്യൻ ടെക്സ്റ്റ് റെഫേഴ്സ് ടു ചന്ദ്രഗുപ്ത മൗര്യ ആസ് ബീങ് ഓഫ് ലോ സോഷ്യൽ ഒറിജിൻ? ചന്ദ്രഗുപ്ത മൗര്യനെ ഒരു ലോ സോഷ്യൽ ഒറിജിൻ ആയിട്ടുള്ള ആളായിട്ട് ഡെപ്പിക്ട് ചെയ്യുന്നത് ഏത് ആൻഷ്യൻ ടെക്സ്റ്റിലാണെന്നാണ്. അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, മുദ്ര രാക്ഷസ. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ആൻഷ്യൻ ലിറ്ററേച്ചർ? അപ്പൊ ആൻഷ്യൻ ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സൂത്രാസ് ആൻഡ് ശാസ്ത്രാസ് ആർ ടുഗദർ നോൺ ആസ് സ്മൃതി. കറക്റ്റ് ആണ്. സൂത്രാസും ശാസ്ത്രാസും കൂടിയിട്ടാണ് സ്മൃതി എന്ന് പറയുന്നത്. മാനവധർമ്മശാസ്ത്ര ഈസ് ഓൾസോ നോൺ ആസ് എ ലോ ബുക്ക് ഓഫ് മനു. അതും ശരിയാണ്. മിതാക്ഷര ഈസ് എ കമന്ററി ഓൺ ദ ലോ ബുക്ക് ഓഫ് യാജ്ഞവൽക്യ. യാജ്ഞവൽക്യന്റെ നിയമസംഹിതന്റെ കമന്ററി ആണ് മിതാക്ഷര. അതും ശരിയായിട്ടുള്ളതാണ്. ധർമ്മസൂത്രാസ് ഡീൽ വിത്ത് ഡൊമസ്റ്റിക് റിലീജിയസ് സെറമണീസ്. അതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ധർമ്മസൂത്രാസ് ഡൊമസ്റ്റിക് റിലീജിയസ് സെറമണീസ് ആയിട്ട് റിലേറ്റഡ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ് അബൌട്ട് മുഗൾ ജാഗിർദാരി സിസ്റ്റം? ജാഗിർദാരി സിസ്റ്റത്തിനെ പറ്റിയിട്ട് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ മൻസബ്ദാസ് വർ ജാഗിർദാർ. അത് ശരിയാണ്. ഇനി മൻസബ്ദാസ് was assigned a jagir that was officially estimated to yield an equivalent amount of revenue. അപ്പൊ അവർക്കൊരു ജാഗിർ കൊടുക്കും അല്ലെ, അതിൽ നിന്ന് amount of revenue അവർ റേസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. A small portion of jagir was given to the Baluch and Ghakkar chiefs. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. After few years of revenue collection rights, a jagirdar was given hereditary rights in his assignment. അപ്പൊ hereditary right ആണോ? അല്ല. എന്താ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ എന്താ പറയാ ഹെറിഡിറ്ററി പാരമ്പര്യമായിട്ട് കൊടുക്കുന്ന ആ ഒരു റൈറ്റ് അല്ല. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ്.
അടുത്ത ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്? ബാലഗംഗാധര തിലക്, ടെനൻസ് ഓഫ് ദ ന്യൂ പാർട്ടി, അപ്പൊ അത് ശരിയാണ്. ലാലാ ഹർകിഷൻ ലാൽ, ട്രിബ്യൂൺ, അതും ശരിയാണ്. ലാലാ ലജ്പത് റായ്, ഭാരത് മാത, സിറാജുദ്ദീൻ അഹമ്മദ്, അഞ്ജുമാൻ ഇ മൊഹ്ബാൻ ഇ വത്തൻ, ഇത് രണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. തെറ്റായിട്ടുള്ള പേയേഴ്സ് ആണ് വരുന്നത്. ഭാരത് മാതയും അഞ്ജുമാൻ ഇ മൊഹിബാൻ ഇ വത്തനും ആരാണ്? സർദാർ അജിത് സിംഗ് ആണ് വരുന്നത്. അപ്പൊ 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി, 1ഉം 3ഉം 4ഉം മാത്രം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഇനി പറയുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആറയൻ ലഹള, ക്യാബിനറ്റ് മിഷൻ, ക്രിപ്സ് മിഷൻ, ഷിംല സമ്മേളനമാണ് കൊടുത്തിരിക്കുന്നത്. ആറയൻ ലഹള 1946 ഫെബ്രുവരിയാണ്. ക്യാബിനറ്റ് മിഷൻ വരുന്നത് 1946 മാർച്ചിലാണ്. ക്രിപ്സ് മിഷൻ 1942 വരുന്നത്. ഷിംല സമ്മേളനം 1945 വരുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണല്ലേ. 3, 4, 1, 2 ആയിട്ടാണ് വരിക. അടുത്തത് അസേർഷൻ റീസണിങ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. 1917 ബീഹാറിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാൻ രാജ്കുമാർ ശുക്ല മഹാത്മാഗാന്ധിയെ ക്ഷണിച്ചു. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് റീസൺ ആയിട്ട് തന്നിരിക്കുന്നത് ചമ്പാരനിലെ കർഷകർ തീൻകത്തിയ സമ്പ്രദായത്തിന് കീഴിൽ ഇൻഡിഗോ വളർത്താൻ നിർബന്ധിതരായി. അപ്പൊ അതും ശരിയാണ്. അതിനെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റിനെ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള റീസൺ ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ ഇതിൽ എ ആണ് വരുന്നത്. പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1നെ വിശദീകരിക്കുന്നു കേട്ടോ. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സ്വരാജ് പാർട്ടി, ഗദർ പാർട്ടി, അപ്പുറത്ത് CR ദാസ്, ലാലാ ഹർദയാൽ, രാഷ് ബിഹാരി ബോസ്, സൂര്യാസൻ. അപ്പൊ ഇതിൽ കറക്റ്റ് ചെയ്താൽ വരാ ഇന്ത്യൻ നാഷണൽ ആർമി INA, രാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ ആണ്. സ്വരാജ് പാർട്ടി CR ദാസ്, ഖദർ പാർട്ടി ലാലാ ഹർദയാൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ വരുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദിലെ സത്യാഗ്രഹം. അല്ലല്ലോ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ആണ്. അപ്പൊ തുണിമില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെ വരുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരമായിരുന്നു ഗാന്ധിജി നടത്തിയ ഖേദ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ അതും തെറ്റാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. അത് ശരിയാണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 4 എന്നിവ മാത്രം ട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? അപ്പൊ കറക്റ്റ് ആൻസർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി, ലാഹോർ സെഷനിലെ 1929. മറക്കരുത്. മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അക്ബർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത്? അപ്പം 1857 റിവോൾട്ടിന് ശേഷമാണ് ഈ കാര്യം ഉണ്ടാവുന്നത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അപ്പം 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾസ് അബോളിഷ് ചെയ്യും. അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് ഇന്ത്യ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. റൗലറ്റ് ആക്ട്, ഗാന്ധി ഇർവിൻ പാക്ട്, ബംഗാൾ വിഭജനം, നെഹ്റു റിപ്പോർട്ട്. അപ്പൊ ഇതിൽ റൗലറ്റ് ആക്ട് 1919 ആണ്. അതുപോലെ ഗാന്ധി ഇർവിൻ പാക്ട് 1931 ആണ്. ബംഗാൾ വിഭജനം 1905 ആണ്. നെഹ്റു റിപ്പോർട്ട് 1928 ആണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 3142. അടുത്ത ചോദ്യം, 10+2+3 വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്? അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ ആണ് കേട്ടോ. അടുത്തത്, ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? പിന്നെയും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 1917. അടുത്തത്, ഹു സജസ്റ്റഡ് ദ കോൺഗ്രസ് വാസ് എ പ്രോഡക്റ്റ് ഓഫ് ലോർഡ് ഡഫറിൻസ് ബ്രെയിൻ? അപ്പോ ലോർഡ് ഡഫറിൻസ് ബ്രെയിൻ ചൈൽഡ് എന്നും പറയും. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞത് ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, ലാലാ ലജ്പത് റായ് ആണ്. അടുത്ത ചോദ്യം, 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാഴ്സി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. പിന്നെയും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, 1851 അവധൊരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറുപ്പഴമാണ് എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ഡാൽഹൌസി പ്രഭു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരിയേത്? ഇന്ത്യയിലെ ആദ്യത്തെ തുണി മില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു.
1920 ശേഷം 21 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ചിത്രം വരച്ച വർഷം 1858 ആണ്. അത് തെറ്റാണ്. 1859 വരച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ്. അതും ആക്ച്വലി തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ പരാമർശിക്കപ്പെട്ടുള്ളത് കൊലിൻ ക്യാമ്പൽ, ഹെൻറി ഹാവ്ലോക്ക്, അതുപോലെ തന്നെ ജെയിംസ് ഔട്ട്രാം ആണ്. പിന്നെ ഡി, കൊലിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥന്റെ വരവും ഈ ചിത്രത്തിൽ ഉയർത്തി കാണിക്കുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ശരിക്കും ഇതിൽ ബിയും സിയും തെറ്റാണ്. പക്ഷെ PSCയുടെ ആൻസർ കീയിൽ ഓപ്ഷൻ ബി, ഫൈനൽ ആൻസർ കീയിൽ ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് കറക്റ്റ് ആണെന്ന് അങ്ങോട്ട് വിചാരിക്കാം. ഇനി അടുത്തത് ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങിയ ഓപ്ഷൻ കണ്ടെത്തുക. മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്നത് 1915 ശരിയാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. അതും ശരിയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നടന്നത് 1916 മാർച്ചിലായിരുന്നു. അപ്പൊ മാർച്ചിലല്ല, ഫെബ്രുവരി 4 നടന്നത്. അപ്പൊ സി പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1916 നവംബറിൽ ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. പക്ഷെ നവംബറിലല്ല, ഡിസംബറിലായിരുന്നു ആ സമ്മേളനം നടന്നത്. അപ്പൊ അതുകൊണ്ട് സിയും ഡിയും ആണ് തെറ്റ്. ഓപ്ഷൻ എ ആൻഡ് ബി ആണ് കറക്റ്റ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ. ഇനി അടുത്ത ചോദ്യം, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെല്ലാം? 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് സൂറത്തിലാണ്. തെറ്റാണല്ലേ? സൂറത്തിലല്ല, മീററ്റിലായിരുന്നു. അടുത്തത്, ഡൽഹിയിൽ വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ വരുന്നത്, കാൺപൂരിൽ വിപ്ലവത്തിന്റെ നേതാവ് കൻവർ സിംഗ് ആയിരുന്നു അല്ലെ? നാനാ സാഹേബ് ആയിരുന്നു അല്ലെ? അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്, 1ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരും? അപ്പം സബ്സിഡിയറി അലയൻസ് സിസ്റ്റം, അതാണ് സൈനിക സഹായ വ്യവസ്ഥ. അത് നടപ്പിലാക്കിയത് ഓപ്ഷൻ ബി, വെല്ലസ്ലി പ്രഭു ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ സംവിധാനം ചെയ്ത ചിത്രം. കറക്റ്റ് ആൻസർ വരുന്നത് ട്രെയിൻ ടു പാകിസ്ഥാൻ ആണ്, ഓപ്ഷൻ 1. താഴെ കാണിച്ചവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്. ആദ്യ 2 വട്ടമേശ സമ്മേളനങ്ങളിലും ഗാന്ധിജി പങ്കെടുത്തു. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 2 ആണല്ലേ? ആദ്യ 2 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തില്ല, രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. 1ഉം 3ഉം ഗാന്ധിജിയും INCയും ബഹിഷ്കരിച്ചു. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനകളിൽ തെറ്റേത്? അപ്പൊ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മളോട് ചോദിക്കുന്നത്. ബ്രിട്ടീഷ് വനിതകളും കുട്ടികളും അനുഭവിച്ച യാതന വെളിപ്പെടുത്തുന്ന ചിത്രമാണ് ജസ്റ്റിസ്. ജോസഫ് നോയൽ പാറ്റൺ ആണ് ഈ ചിത്രം വരച്ചത്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ജോസഫ് നോയൽ പാറ്റൺ അല്ല, ജോർജ് ടെനറ്റ് ആണ് ഈ ചിത്രം വരച്ചത്. അപ്പൊ ഇത് തെറ്റാണ് കേട്ടോ. ഇനി ഗവർണർ ജനറൽ ആയിരുന്ന കാനിങ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രമാണ് പഞ്ച്. ശരിയാണ്. ലക്നൌവിന്റെ ആശ്വാസം എന്ന ചിത്രം വരച്ചത് തോമസ് ജോൺസ് ബാർക്കർ ആയിരുന്നു. ചിത്രം പ്രസിദ്ധീകരിച്ചത് 1858 1858 1859 അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓപ്ഷൻ വരുന്നത് സി, 1ഉം 3ഉം ആണ്. ഇനി അടുത്ത ചോദ്യം, 1857 നടന്ന 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? മംഗൾ പാണ്ഡെ ആയിരുന്നു ആദ്യത്തെ രക്തസാക്ഷി. ശരിയാണ്. ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു. അതും ശരിയാണ്. കലാപശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. അതും ശരിയാണ്. 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഝാൻസിയിലാണോ? അല്ല, എവിടെയാണ്? മീററ്റിലാണ്. അപ്പം ഡി ആണ് ആൻസർ വരുന്നത്. ഡി ആണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിലാണ്? അപ്പൊ അഗെയിൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ സി, ലാഹോർ ആണ്. അടുത്ത ചോദ്യം, ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ് ആൻസർ വരുന്നത്? ആര്യ സമാജം, ദയാനന്ദ സരസ്വതി അല്ലെ? ഇനി അടുത്തത്, ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? ഏതിലാ പങ്കെടുത്തത്? 2ാം വട്ടമേശ സമ്മേളനത്തിൽ കേട്ടോ. 1ഉം 3ഉം ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്.
ഇനി അടുത്ത ചോദ്യം, ബഹിഷ്കൃത് ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, BR അംബേദ്കർ ആണ്. 1927 അദ്ദേഹം ബഹിഷ്കൃത് ഭാരത് ആരംഭിക്കുന്നത്. ഇനി അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. MJ ചാറ്റർജി ഇവിടെ ഏതിലാ വരിക? MJ ചാറ്റർജി ഭാരത് മാതാ സൊസൈറ്റി ആണ്. ഇനി ഭരീന്ദ്രനാഥ് ഘോഷ് അനുശീലൻ സമിതിയാണ്. ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആണ്. VD സവർക്കർ ആണ് അഭിനവ് ഭാരത്. അപ്പം A3, B4, C2, D1 ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, 1857 കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയ നേതാവ്. അപ്പം ബീഹാറാണ്. അവിടെ ആരാണ്? കൻവർ സിംഗ് ആണ്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ ആറയിൽ നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ ബീഹാറിൽ നേതൃത്വം നൽകിയത് ഏത് ചോദിച്ചാലും കൻവർ സിംഗ് ആണ് ഉത്തരം വരുന്നത്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1857 കലാപത്തിന്റെ പരിണിത ഫലമല്ലാത്തത് ഏത്? അപ്പൊ എന്താണ് ഇതിന്റെ ഇമ്പാക്ട് അല്ലാതായിരുന്നത്? 1857 റിവോൾട്ടിന്റെ ഇമ്പാക്ട് അല്ലാതിരുന്നത്? ഗവർണർ ജനറൽ തുടർന്ന് വൈസ്രോയി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടും. ശരിയാണ്. കലാപം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിന് വിരാമമിട്ടു. അതും ശരിയാണ്. കമ്പനി ചാർട്ടർ 20 വർഷത്തേക്ക് പുതുക്കപ്പെട്ടു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. കമ്പനി ചാർട്ടർ എന്നേക്കുമായി നിർത്തുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിന്നു, എന്നിട്ട് ഇനി മുതൽ ബ്രിട്ടീഷ് രാജ്ഞിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി ചാർട്ടർ പൂർണ്ണമായിട്ടും നിർത്തി. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി സൃഷ്ടിക്കപ്പെട്ടു. അപ്പം അത് ശരിയാണ്. ഓപ്ഷൻ C ആണ് ഇവിടെ ഉത്തരം വരുന്നത് കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ വിദേശ നയ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, അന്തർദേശീയ സമാധാനം ഊട്ടിയുറപ്പിക്കുക, മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലും പരിഹരിക്കലും. അപ്പൊ നമുക്ക് പോളിസി ഓഫ് നോൺ ഇന്റർഫിയറൻസ് ആണ്, അവിടെ നിന്ന് ഇടപെടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഓപ്ഷൻ D ആണ് തെറ്റ്. മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടൽ, നമ്മൾ ഇടപെടില്ല കേട്ടോ. നോൺ ഇന്റർഫിയറൻസ് ആണ് നമ്മുടെ പോളിസി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് മാച്ച് അപ്പ്? ഇതിൽ തെറ്റായിട്ടുള്ള പേഴ്സ് ആണ് ചോദിക്കുന്നത്. ലോർഡ് ലിറ്റൺ വേർണക്കുലർ പ്രസ് ആക്ട് കറക്റ്റ് ആണ്. ലോർഡ് റിപ്പൺ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കറക്റ്റ് ആണ്. പിന്നെ ലോർഡ് മേയോ സെൻസസും കറക്റ്റ് ആണ്. ഇവിടെ തെറ്റായിട്ട് വരുന്നത് ലോർഡ് ലിൻലിത്ഗോ ആണ്. ലിൻലിത്ഗോ ഏറ്റവും അവസാനം വരുന്ന ആളാണ് അല്ലെ. അപ്പൊ ഡൽഹി ദർബാർ ഒന്നും മൂപ്പര് നടത്തിയിട്ടില്ല. ഡൽഹി ദർബാറിൽ 3 പേരാണ് മെയിൻ ആയിട്ട് വരുന്നത്. 1877 ലോർഡ് ലിറ്റൺ, 1903 ലോർഡ് കേഴ്സൺ, അതുപോലെ തന്നെ ഹാർഡിംഗെ 1911. അവർ 3 പേരാണ് ഡൽഹി ദർബാർ നടത്തിയിട്ടുള്ളത്. ലോർഡ് ലിൻലിത്ഗോ അല്ല. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ് കേട്ടോ. 3 ഓൺലി. അടുത്തത് ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. 1919 നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഫോർമേഷൻ ഓഫ് ഡിസോർഡേഴ്സ് ഇൻക്വയറി കമ്മിറ്റി. ഫോർമേഷൻ ഓഫ് ഡിസോർഡേഴ്സ് ഇൻക്വയറി കമ്മിറ്റി വരുന്നത് ഒക്ടോബറിലാണ്. റൗലറ്റ് ആക്ട് മാർച്ചിലാണ്. ജാലിയൻ വാലാബാഗ് മസക്രെ വരുന്നത് ഏപ്രിലാണ്. റിനൗൺസിയേഷൻ ഓഫ് നൈറ്റ്ഹുഡ് ബൈ രവീന്ദ്രനാഥ് ടാഗോർ വരുന്നത് മെയ്യിലാണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ B ആണ്. 2, 3, 4, 1. ഇനി അടുത്ത ചോദ്യം, 1857 കലാപത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 34ാമത് ബംഗാൾ നേറ്റീവ് ഇൻഫാൻട്രിയിലെ യുവ ശിപ്പായി മംഗൾ പാണ്ഡെ തന്റെ മേലുദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡൽഹിയെ പ്രതിരോധിക്കാൻ ബഹദൂർ ഷാ മരണം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അത് തെറ്റാണ് അല്ലെ. ബഹദൂർ ഷാ അദ്ദേഹത്തിനെ റംഗൂണിലേക്ക് നാട് കടത്തുകയാണ് ചെയ്തത്. അപ്പൊ മരണം വരെയൊന്നും പോരാടിയിട്ടില്ല. ഇനി ജനറൽ ഹ്യൂ റോസ് ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തി. ഇതാ കലാപകാരികളിൽ ഏക പുരുഷനായിരുന്ന സ്ത്രീ ഇതാ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1857 കലാപം ദക്ഷിണേന്ത്യ ഉൾപ്പെടെ മുഴുവൻ ബ്രിട്ടീഷ് ഇന്ത്യയെയും ബാധിച്ചു. അത് തെറ്റാണ് അല്ലെ. സൗത്ത് ഇന്ത്യയിലേക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിട്ടൊന്നുമില്ല. അപ്പം 2ഉം 4ഉം തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം മാത്രമാണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി വീണ്ടും അസേർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻ ആണ്. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ദണ്ഡിയിലെ ഉപ്പ് നിയമങ്ങൾ നിർവചിച്ചു എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പക്ഷെ ഉപ്പ് നിയമങ്ങൾ ലംഘിക്കുകയാണ് ചെയ്തത്. അപ്പം അത് ശരിക്കും തെറ്റാണ്. അതുപോലെ ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലമായിരുന്നു. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇത് 2ഉം തെറ്റാണ് വരുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഉപ്പ് നിയമങ്ങൾ ലംഘിക്കുകയാണല്ലോ ചെയ്തത്. അപ്പം ഇവിടെ തൽക്കാലം നമ്മൾ ശരിയാണ്, 6 തെറ്റാണെന്നുള്ള ഓപ്ഷന്റെ കൂടെ പോവാണ് കേട്ടോ. പക്ഷെ ഇവിടെ നിർവചിക്കുകയല്ല ചെയ്യുന്നത്, ഉപ്പ് നിയമങ്ങൾ ലംഘിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? യങ് ഇന്ത്യ മഹാത്മാഗാന്ധി ശരിയാണ്. കേസരി ബാലഗംഗാധര തിലക് ശരിയാണ്. ദ ലീഡർ മോത്തിലാൽ നെഹ്റു അത് തെറ്റാണ്. മോത്തിലാൽ നെഹ്റു അല്ല, മദൻ മോഹൻ മാളവ്യയാണ് ദ ലീഡർ. കോമൺവെയിൽ ആനി ബെസന്റ്. അപ്പൊ ഇതിൽ 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ D. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്, ക്യാബിനറ്റ് മിഷൻ പദ്ധതി. വീണ്ടും ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ശരിയാണ്. പൂർണ്ണ സ്വരാജ് ആയിരുന്നു ലക്ഷ്യം. അതുപോലെ
സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങി. അപ്പൊ അതും ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരരംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനമെടുത്തത്. അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ബോംബെയിലാണ് ചേർന്നതെന്ന് ഓർക്കട്ടോ. എവിടുത്തെ കോൺഗ്രസ് സമ്മേളനമാണ്? ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ്. ഇനി അടുത്തത്, ഗാന്ധിജി ഈ സമരത്തെ പിൻതീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചു. അത് ശരിയാണോ? അല്ല, അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ക്രിപ്സ് മിഷനെയാണ് പിൻതീയതി വെച്ച ചെക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ 1, 2 മാത്രമാണ് ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. അടുത്തത്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി എഴുതിയത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഉർവശി ഭൂട്ടാലിയ. ഹു ആർ ദ പ്രൊമിനന്റ് ലോയേഴ്സ് ഗേവ് അപ്പ് ദിയർ പ്രാക്ടീസസ് ആസ് പാർട്ട് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അവരുടെ ലോയർ ജോലി, വക്കീലായിട്ടുണ്ടായിരുന്ന ആ ജോലി എന്താ പറയുക, ഒഴിവാക്കി വന്നവർ ആരൊക്കെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. സി രാജഗോപാലാചാരി ശരിയാണ്. മോത്തിലാൽ നെഹ്റു, സി ആർ ദാസും ശരിയാണ്. തെറ്റായിട്ട് വരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അദ്ദേഹം ലോയർ ആയിരുന്നില്ല, സിവിൽ സർവന്റ് ആയിരുന്നു. അപ്പൊ ICS ഒഴിവാക്കിയിട്ടാണ് അദ്ദേഹം ഇവിടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പം 1, 3 and 4 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ട്രൈബൽ റിവോൾട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷേഴ്സ്? അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ട്രൈബൽ റിവോൾട്ട്? അതിൽ ഭിൽ റിവോൾട്ട്, കുറിച്ച റിവോൾട്ട്, സന്താൽ റിബലിയൻ ശരിയാണ്. RIN വരുമോ? ഇല്ല. റോയൽ ഇന്ത്യൻ നേവി റിവോൾട്ട് ആണ് അത് വരുന്നത്. അപ്പം അത് വരില്ല. 1, 2 and 4 ആണ് വരുന്നത്. ഓപ്ഷൻ സി. അടുത്തത്, ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണന ക്രമത്തിൽ പട്ടികപ്പെടുത്തുക. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് നോക്കണ്ട കേട്ടോ. ഓപ്ഷൻസ് ഇതിൽ തെറ്റാണ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയതാണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സത്യാഗ്രഹം, ചൗരി ചൗര സമരം, നിസ്സഹകരണ സമരം. ഇതിൽ എങ്ങനെയാ വരിക? ആദ്യം ചമ്പാരനാണ്, പിന്നെ വരുന്നത് നിസ്സഹകരണം, അത് കഴിഞ്ഞിട്ട് ചൗരി ചൗര, ഏറ്റവും അവസാനമാണ് ക്വിറ്റ് ഇന്ത്യ. അപ്പൊ 2, 4, 3, 1 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ്? ബൃഹദീശ്വര ക്ഷേത്രമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം കറക്റ്റ് ചെയ്ത സമ്പദ് കൗമുദിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബോംബെ സമാചാർ ഇന്ത്യയിലെ ഏറ്റവും പഴയ പത്രമാണ്. അടുത്ത ചോദ്യം, ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1947 ജൂലൈ 22 കേട്ടോ. ഓർത്തിരിക്കുക, ജൂലൈ 22, 1947. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ദേശീയ ഗീതം ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്തത്, രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര്? വിശ്വഭാരതി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, വിശ്വഭാരതി. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കും, സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക, പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചു. അപ്പൊ ഇതിൽ 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത് വരുന്നത്. 4, 5 അങ്ങനെ ഇതുമായിട്ട് ഫോക്കസ്ഡ് അല്ലെങ്കിൽ ഇതിൽ എംഫസൈസ് ചെയ്യുന്നതല്ല. അപ്പം 1, 2, 3 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം? വെർണക്കുലർ പ്രസ് ആക്ട് വന്നത് എപ്പോഴാണ്? 1878. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാമാണ്? അതിൽ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ 4 ആണ്, ഹൈദരാബാദ്, ജുനഗദ്, കാശ്മീർ ആണ് ഓട്ടോണമി ഡിമാൻഡ് ചെയ്തിട്ടുള്ള നാട്ടുരാജ്യങ്ങളായിരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1951, 52. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? ഗോപാലകൃഷ്ണ ഗോഖലെ, സുഭാഷ് ചന്ദ്രബോസ്, CR ദാസ്, മോത്തിലാൽ നെഹ്റു. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? 3 and 4 ആണ് വരിക. CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്, DK കാർവെ.
അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ് അബനീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റംഗങ്ങളും ആരെല്ലാം ആയിരുന്നു? അപ്പൊ ഈ ഓപ്ഷൻസ് നോക്കിയാൽ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഫസൽ അലി, KM പണിക്കർ, HN കുൻട്രു. ഫസൽ അലി കമ്മീഷൻ എന്നാണല്ലേ അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24-നാണ്. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. അപ്പൊ അത് ഓർത്തിരിക്കുക, 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ട് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? സത്യമേവ ജയതേ എന്ന മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. അതും ശരിയാണ്. 1947 ഓഗസ്റ്റ് 15-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 1947-നല്ല, 1950 ജനുവരി 26-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത്. ഇനി സാർനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് 3 മാത്രമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ഉർവശി ഭൂട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ഏത് സംഭവമായിട്ട് ബന്ധപ്പെട്ടതാണ്? കറക്റ്റ് ആൻസർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓപ്ഷൻ സി, ഇന്ത്യ വിഭജനം. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാം? ജോർജ് യോൾ, ആനന്ദ മോഹൻ ബോസ്, മഹാത്മാഗാന്ധി, നെല്ലി സെൻ ഗുപ്ത. അപ്പൊ ഇവരെല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി, അതായത് അധ്യക്ഷത വഹിച്ചിട്ടുള്ളവരാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ബിൽഹന, വിക്രമാംഗ ദേവചരിത, വിഷ്ണു ശർമ്മ, കഥാസരിത് സാഗര, അതുല, മൂഷകവംശ മഹാകാവ്യം, കൽഹന, ബുദ്ധചരിതം. അപ്പൊ ഇതില് കഥാസരിത് സാഗര വിഷ്ണു ശർമ്മയല്ല, സോമദേവയാണ്. അതുപോലെ തന്നെ ബുദ്ധചരിതം കൽഹനയല്ല, ആരാണ്? അശ്വഘോഷയാണ് വരുന്നത്. അപ്പം 1ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിയമലംഘന സമരം പിൻവലിച്ചത്. നിയമലംഘനാണോ പിൻവലിച്ചത്? അല്ല, നിസ്സഹകരണമാണ് പിൻവലിച്ചത്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ഡൽഹിയിൽ വെച്ചായിരുന്നു. നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു, ബോംബെയിൽ വെച്ചായിരുന്നു. അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് രണ്ടാമത്തേത് മാത്രമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദിക്കുന്നത്. കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു. ഇപ്പം കോളനി ഭരണകാലത്തെ സംബന്ധിച്ചിട്ടാണല്ലോ ഈ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. അപ്പം ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൽ കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു, സ്റ്റാഗ്നേറ്റഡ് ആയിരുന്നു. ശരിയാണ്. കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ നാണ്യവിളകളിൽ നിന്നും ഭക്ഷ്യവിളകളിലേക്ക് ആകർഷിച്ചു. ഭക്ഷ്യവിളകളിലേക്കാണോ, ഫുഡ് ക്രോപ്സിലേക്കാണോ അവർ വന്നത്? അല്ലല്ലോ, ക്യാഷ് ക്രോപ്സിലേക്കാണല്ലേ പോയത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അടുത്തത്, ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിന്റെ പ്രധാന കാരണമായി. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രസ്താവന 2 തെറ്റാണ്. 1 and 3 ആണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് ഇവന്റ്സ്: റൗണ്ട് ടേബിൾ കോൺഫറൻസസ്, സ്വദേശി മൂവ്മെന്റ്, ഖദർ മൂവ്മെന്റ്. അപ്പൊ ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇതിൽ വരിക ആദ്യം സ്വദേശി മൂവ്മെന്റ് ആണ്, 1905-ലാണ് വരുന്നത്. പിന്നെ ഖദർ മൂവ്മെന്റ് ആണ് 1913-ലാണ് വരിക. പിന്നെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930, 31, 32 ആ ഒരു പീരീഡിലല്ലേ. അപ്പൊ 2, 3, 1 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ മുണ്ട റിവോൾട്ട്? മുണ്ട റിവോൾട്ടിനെ പറ്റി ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. മുണ്ട റിവോൾട്ട് ടുക്ക് പ്ലേസ് ഇൻ 1899 to 1900. കറക്റ്റ് ആണ്. ബിർസ മുണ്ട വാസ് ദ ലീഡർ ഓഫ് മുണ്ട റിവോൾട്ട്. അതും ശരിയാണ്. നോർത്ത് വെസ്റ്റ് ഇന്ത്യ വാസ് ദ സെന്റർ ഓഫ് മുണ്ട റിവോൾട്ട്. നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ആണോ? അല്ല, ചോട്ടാനാഗ്പൂർ റീജിയനിലായിരുന്നു അല്ലെ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓൺലി 1 and 2 ആണ് കേട്ടോ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? ഝാൻസി, റാണി ലക്ഷ്മിബായി, കാൺപൂർ. ഷാമലാണോ? കാൺപൂരിൽ ആരാണ്? നാനാ സാഹേബാണ്. പിന്നെ ഫൈസാബാദ്, മൗലവി അഹമ്മദുള്ള. അപ്പം 1ഉം 3ഉം ആണ് ശരി. 1 and 3 ആണ്.
ദ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി വാസ് ലോഞ്ച്ഡ് ഇൻ 1936 ബൈ ആരാണ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ലോഞ്ച് ചെയ്തത്? ഓപ്ഷൻ ഡി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത് ഒരു അസേർഷൻ റീസണിംഗ് ക്വസ്റ്റൻ ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മഹാത്മാ ജ്യോതിബ ഫുലെ റോട്ട് ദ വർക്ക് ഗുലാംഗിരി ഇൻ 1873 ആസ് എ ഷാർപ്പ് ക്രിട്ടിക് ഓഫ് കാസ്റ്റ് ഇൻജസ്റ്റിസ്. അപ്പൊ ജാതി വിവേചനത്തിനെതിരെയാണ് ഗുലാംഗിരി അദ്ദേഹം എഴുതിയത് 1873 ഇയർ. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി റീസണിംഗ് കൊടുത്തിരിക്കുന്നത് ദ ബുക്ക് ഇന്ററഗേറ്റഡ് സാൻസ്ക്രിറ്റ് സ്ക്രിപ്ചേഴ്സ് ആൻഡ് പ്രസന്റഡ് നോൺ ആര്യൻ വാരിയേഴ്സ് ലൈക്ക് മഹാബലി ആൻഡ് മഹിഷ ആസ് ഹീറോസ്. അപ്പൊ അതും ശരിയാണ്. സാൻസ്ക്രിറ്റൈസ്ഡ് വേർഷൻ ഓഫ് സ്റ്റോറീസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നോൺ ആര്യൻ വാരിയേഴ്സിന് ആരാണ് മഹാബലി മഹിഷ പോലുള്ള അസുര ദൈവങ്ങളെയാണ് അദ്ദേഹം ഹീറോസ് ആയിട്ട് ഡിപ്പിക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ റീസണും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ബോത്ത് എ ആൻഡ് ആർ ട്രൂ. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എ. അപ്പം എ ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹു അസാസിനേറ്റഡ് കഴ്സൺ വൈലി, an official of the Indian office in London, as a protest against his anti-Indian activities during the freedom struggle? അപ്പൊ ആരാണ് കഴ്സൺ വില്ലിയെ അസാസിനേറ്റ് ചെയ്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ML ധിൻഗര. അടുത്ത ചോദ്യം, 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം. അപ്പം 1904 ഡർബനിൽ നിന്നും ഗാന്ധി ആരംഭിച്ചത് ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ? അപ്പൊ ഏത് വർഷമാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത്? 1945 ആണ്. ദിവസം ഒക്ടോബർ 30 ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ 1945 ഒക്ടോബർ 30. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? ശരിയായിട്ടുള്ളതാണ് ചോദിക്കുന്നത്. കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ആണോ? അല്ല. നാനാ സാഹിബ് എവിടെയായിരുന്നു? കാൺപൂരിലായിരുന്നു. വീണ്ടും അവധിനെ പറ്റി എന്താണ്? ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവധി വിശേഷിക്കപ്പെട്ടു. ശരിയാണ്. തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സർ ജോസഫ് നോയൽ പാറ്റൺ ആണ് ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന ചിത്രം വരച്ചിട്ടുള്ളത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് 2ഉം 4ഉം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക. അപ്പൊ ഇതിൽ ബന്ധമില്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി. ഇതിപ്പോ രണ്ടാമത്തെ തവണയാണല്ലേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിച്ച് ചോദിക്കുന്ന. സിവിൽ നിയമലംഘനം അല്ല, ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനമാണ് നിർത്തലാക്കിയത്. സിവിൽ ഡിസോബീഡിയൻസ് അല്ല, നോൺ കോപ്പറേഷൻ ആണ് ചൗരി ചൗരയ്ക്ക് ശേഷം നിർത്തലാക്കിയത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ ബന്ധമില്ലാത്തത്. പിന്നെ ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. അത് ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അത് ശരിയാണ്. 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡി യാത്ര ആരംഭിച്ചു. അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ഒന്ന് മാത്രമാണ് ഇതിൽ ബന്ധമില്ലാത്തത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു ഇൻ മെമ്മോറിയം ആരാണ് എഴുതിയത്? സർ ജോസഫ് നോയൽ പാറ്റൺ ആണ് ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചിരിക്കുന്നത്. അപ്പം അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികൾ എന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ലോർഡ് ഡഫറിൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ലോർഡ് ഡഫറിൻ. ഇനി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ്, HD ദേവഗൌഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? ആരായിരുന്നു HD ദേവഗൌഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത്? IK ഗുജ്റാൾ ആണ് കേട്ടോ. IK ഗുജ്റാൾ 1997 ഏപ്രിൽ തൊട്ട് 1998 മാർച്ച് വരെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് സെർവ് ചെയ്തത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ്, ഫീഡ്ബാക്സ് ഒക്കെ നമ്മുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.